നമ്മൾ നിർണായകമായ ഒരു കാലഘട്ടത്തിനകത്ത് നിൽക്കുന്നു. അഭിമാനമെന്ന് അറിയപ്പെടുന്ന പലതും, അല്ലെങ്കിൽ അഭിമാനാർഹമായ പലതും ഇന്ന് നിരാശകളിലേക്ക് മുങ്ങിത്താഴുമ്പം ഇങ്ങനെയുള്ള പ്രഭാഷണ പരമ്പരകൾക്ക് പ്രസക്തിയുണ്ടോ എന്ന ചോദ്യത്തിന് മുമ്പിൽ ഞങ്ങൾ ഒരിക്കലും കൂടെ അതിനെ പ്ലക്കാർഡ് ചെയ്തുകൊണ്ട് പറയുന്നു, ഇങ്ങനെയുള്ള സന്ദേശത്തിന് ഈ കാലഘട്ടത്തിനകത്ത് പ്രസക്തിയുണ്ട്, ഏറെ പ്രസക്തിയുണ്ട്. കാരണം സമൂഹവും ചുറ്റുപാടുകളും ഇന്ന് വല്ലാത്തൊരു അരക്ഷിതാവസ്ഥകളിലേക്ക് നീക്കി ഭരണകൂടങ്ങൾ കൈമലർത്തി നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ആധുനിക തലമുറയുടെ യാത്രകൾക്ക് മുമ്പിൽ മറുപടി പറയാൻ ടെക്നോളജികൾക്ക് അപ്ഗ്രേഡിംഗ് സംഭവിക്കുമ്പോൾ മോറലി ഡീഗ്രേഡിംഗ് സംഭവിക്കുന്ന ഒരു വല്ലാത്ത തലമുറയുടെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടങ്ങൾ, വിർച്വൽ റിയാലിറ്റിയുടെ കാലഘട്ടങ്ങൾ, എന്തിനു വേണ്ട ഡീപ് സീക്കിന്റെയും ഓപ്പൺ AI-യുടെയും കാലഘട്ടങ്ങൾ, ChatGPT-യുടെ കാലഘട്ടങ്ങൾ, അത്യാധുനിക വിജ്ഞാന വിസ്ഫോടനങ്ങൾ, മനുഷ്യർക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുന്ന ഏറ്റവും വൈജ്ഞാനിക സമൂഹത്തിന്റെ കാലഘട്ടങ്ങൾ. പക്ഷേ ധാർമ്മികമായി തച്ചുടഞ്ഞ ഒരു സമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ വിളംബരം ചെയ്യുന്ന അത്യുന്നതമായ ഒരാശയമുണ്ട്, ഒരു മാർഗമുണ്ട്, ഒരു പരിവർത്തന സന്ദേശമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇന്ന് രാത്രി ഇവിടെ ആമുഖമായിട്ട് വിളംബരം ചെയ്ത നസ്രയനായ യേശുക്രിസ്തുവിന്റെ സന്ദേശമാണ്. എത്രയോ പതിറ്റാണ്ട്, എത്രയോ നൂറ്റാണ്ട്, 2 സഹസ്രാബ്ദങ്ങൾക്കായി അവനിയുടെ 4 ഭാഗത്തും ഞങ്ങൾ അവിരാമം പ്രഘോഷിക്കുന്നത് ഈ കരുത്തുറ്റ സന്ദേശമാണ്. രാജ്യങ്ങൾ, ഭരണകൂടങ്ങൾ, അധികാര ശൃംഖലകൾ, ഏകാധിപതിമാർ, തച്ചുടയ്ക്കാൻ നോക്കിയ പ്രഗത്ഭന്മാർ, ചിന്തകന്മാർ, എഴുതിപ്പിടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെ കരുനീക്കിയ പ്രിയപ്പെട്ടവർ, ഇവരൊക്കെ കാലത്തിനകത്ത് കാലഹരണപ്പെട്ടു പോയപ്പം ഇന്നും ജൈത്രയാത്ര തുടങ്ങി ആർക്കും പിടിച്ചു കെട്ടുവാൻ കഴിയാത്ത, ലോകത്തിന് പരിവർത്തനം വരുത്താൻ കഴിയുന്ന, ഏത് പ്രതിസന്ധിക്കും പരിഹാരം വരുത്താൻ കഴിയുന്ന, മാനവകുലത്തിന് പ്രത്യാശയ്ക്ക് കാരണമായ ഉലകത്തിലൊരു നാമമുണ്ടെങ്കിൽ അസന്നിഗ്ധമായിട്ട് ചെമ്പേരി പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് നിന്നുകൊണ്ട് അഭിമാനത്തോടെ പറയാൻ പറ്റും, യേശുക്രിസ്തുവിന്റെ നാമത്തിനല്ലാതെ ഇന്നത്തെ സമൂഹത്തിന് പരിവർത്തനം വരുത്താൻ മറ്റൊന്നിനും കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രി വിളംബരം ചെയ്യുമ്പോൾ അഭിമാനത്തോടെ അതിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നവർ ഈ ഗ്രൗണ്ടിനകത്തിരിപ്പുണ്ടെങ്കിൽ അവരൊന്നിച്ചു ചേർന്ന് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തിക്ക് ധൈര്യത്തോടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് ഈ രാത്രിയും കർത്താവിന് ഒരുമിച്ച് നന്ദി പറയാം. കരങ്ങളെല്ലാം ഒരു നിമിഷം സ്വർഗത്തേക്ക് ഉയർത്തിപ്പിടിച്ച് രാത്രി ദേശത്തിന് മുമ്പിൽ നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ രാത്രി വചനം പങ്കുവെക്കുമ്പോൾ ഇരുട്ട് അടച്ചിരിക്കുന്ന ഹൃദയങ്ങൾ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി തുറക്കപ്പെടട്ടെ. ദൈവം മഹത്വം ഈ ദേശത്ത് മൂടിയിറങ്ങേണ്ടതിനായി ഈ ശബ്ദസീമകൾ ശ്രവിക്കുന്ന ചില ഹൃദയങ്ങൾക്കകത്ത് ഇന്ന് രാത്രിയിൽ അസാധാരണമായ അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ സംഭവിക്കട്ടെ. രോഗികൾ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്താലുള്ള വിടുതലുകൾ, യേശുവിന്റെ നാമത്താലുള്ള രക്ഷ ഈ രാത്രി സംഭവിക്കേണ്ടതിന് എല്ലാവരും ചേർന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇരുട്ട് അടച്ചു വെച്ച, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ മുഖ തേജസ് പ്രകാശിക്കാതിരിപ്പാൻ ഇരുട്ട് അടച്ച ഹൃദയങ്ങൾ ഇന്ന് രാത്രി അധികാരമുള്ള യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടേണ്ടതിന് കൃപ ലഭിച്ച ദൈവമക്കൾ ആധരങ്ങൾ തുറന്ന് അല്പനിമിഷങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. അടയപ്പെട്ട ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ദൈവിക വാതയാനങ്ങൾ ഇന്ന് രാത്രി തുറക്കപ്പെടട്ടെ. അസാധാരണമായ ദൈവ മഹത്വം ഈ ദേശത്തിന്മേൽ വിളംബരം ചെയ്യപ്പെടേണ്ടതിനായി ഒന്നിച്ച് ജനം പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ നാമത്തിന്റെ അധികാരം ചൊല്ലി ഇന്ന് രാത്രി ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ രാത്രി ചില ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ഇരുട്ടും മാറട്ടെ, പ്രകാശം ഉദിക്കപ്പെടട്ടെ. ദൈവിക പരിജ്ഞാനം ഹൃദയത്തിനകത്ത് വിളങ്ങട്ടെ. ഇരുട്ടിന്റെ ശക്തികൾ തകരട്ടെ. പൈശാചിക മേഖലകൾ ഉടയട്ടെ. അധാർമിക പദ്ധതികൾ ഈ രാത്രി തകർന്നു മാറട്ടെ. ദൈവ മഹത്വത്തിന്റെ പുതുപുലരികൾ ചില ഹൃദയത്തിലും കുടുംബങ്ങളിലും ഇന്ന് രാത്രി സംഭവിക്കേണ്ടതിന് ഞങ്ങൾ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഈ രാത്രി നമ്മുടെ സവിസ്തരമായ ചിന്തയ്ക്ക് നമ്മൾ വേഗത്തിൽ പോകുവാൻ താല്പര്യപ്പെടുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലേക്കാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു ചിന്തകളിലേക്കാണ് ഇന്ന് രാത്രി പ്രവേശിക്കുന്നത്. എനിക്കിവിടെ വെളിച്ചമുണ്ടെങ്കിലും ഇരിക്കുന്നവരുടെ വെളിച്ചത്തിന്റെ അപര്യാപ്തത മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുമിച്ച് ആ വേദ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ വേഗത്തിൽ തിരിക്കുകയാണ്. 4-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ് പ്രധാനമായും ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. ആ 4-ാം അധ്യായത്തിലെ ഒരു സംഭവം നിങ്ങളുടെ മനസ്സിലേക്ക് വേഗത്തിൽ കൊണ്ടുവന്ന് കർത്താവിന്റെ പക്കൽ തന്ന ദേശത്തോട് സംവദിക്കുവാൻ തന്ന ചിന്ത ഈ രാത്രി കൈമാറുവാൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ ഗംഭീരമായ പദപ്രയോഗത്തോടുകൂടെയാണ്. ബാക്കിയുള്ള 3 സുവിശേഷ പുസ്തകങ്ങൾ ആരംഭിക്കുന്നത് യേശുക്രിസ്തുവിന്റെ
ജനനങ്ങൾ, ജനനത്തിന് മുമ്പുള്ള സംഭവങ്ങൾ, ജനനാനന്തര സംഭവങ്ങൾ, യേശുവിന്റെ ശിഷ്യന്മാരുടെ പേരുകൾ, ഈ മാതാപിതാക്കളുടെ പേരുകൾ, അനവധി നിരവധി സംഭവ പരമ്പരകൾ, ഇത് പറഞ്ഞുകൊണ്ടാണ് ബാക്കിയുള്ള 3 സുവിശേഷ പുസ്തകങ്ങൾ ആരംഭിക്കുന്നത് തന്നെ. പക്ഷേ യോഹന്നാൻ ആരംഭിക്കുന്നത് അല്പം കൂടെ പുറകിലേക്ക് പുറകിലെന്ന് പറഞ്ഞാൽ ഇനിയും പുറകിലേക്ക് പോകാൻ കഴിയത്തില്ല, അത്രയും പുറകിലേക്ക് യോഹന്നാൻ പോകുന്നുണ്ട്. പറഞ്ഞു തുടങ്ങുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. കാരണം 1-ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന് നേരെ അനവധി നിരവധി ചോദ്യങ്ങൾ അടർത്തിവിട്ട ഒത്തിരി സമൂഹങ്ങൾ ഉണ്ടായിരുന്നു, ജ്ഞാനവാദ കമ്മ്യൂണിറ്റികൾ. അവർ യേശുക്രിസ്തു ദൈവമല്ലെന്നും ചെറിയ ദൈവമെന്നും സൃഷ്ടിയെന്നും കീഴാക്കപ്പെട്ടവനെന്നും പരിമിതനെന്നുമൊക്കെ പറഞ്ഞ് ആക്ഷേപത്തിന്റെ വർഷങ്ങൾ ചൊരിഞ്ഞുവിട്ടപ്പം അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് യോഹന്നാൻ എഴുതി വെച്ചത് അവിടുന്ന് പരിമിതനായ ദൈവമല്ല, അവിടുന്ന് നിത്യനായ ദൈവമാണ്. അവിടുന്ന് സൃഷ്ടിയല്ല, അവിടുന്ന് സൃഷ്ടാവാണ്. അവിടുന്ന് കീഴാക്കപ്പെട്ടവനല്ല, സകലത്തെയും കീഴാക്കുന്ന നിത്യനായ ദൈവമാണ്. യേശുക്രിസ്തു എന്ന സവിസ്തര വെളിപ്പാടാണ് ഈ പുസ്തകത്തിനകത്ത് മുഴുവൻ സവിസ്തരം പങ്കുവെക്കുന്നത്. ആരുടെങ്കിലൊക്കെ മനസ്സിനകത്ത് ഉരുത്തിരിഞ്ഞ ആശയങ്ങളെ കാലഘട്ടത്തിനകത്ത് ജീവൻ കൊടുത്ത് മനുഷ്യൻ ചാരികസരയിൽ ചാരിയിരുന്ന് അവന്റെ മനസ്സിൽ തോന്നിയ ആശയത്തിന് ആരെങ്കിലുമൊക്കെ ജീവൻ കൊടുത്ത് അണികൾ അതിനുവേണ്ടി ആയുധമെടുത്ത് പ്രവർത്തിച്ച് കാലത്തിനകത്ത് ദൈവത്വത്തിന്റെ പരിവേഷം കൊടുത്ത് ദൈവമാക്കി തീർത്ത കുട്ടി ദൈവങ്ങളുടെ ചരിത്രത്തിനകത്ത് ഒന്നിനെ അല്ല ക്രിസ്ത്യാനിത്വം വിളംബരം ചെയ്യുന്നത്, മറിച്ച് സാക്ഷാൽ ദൈവമായിരുന്നവൻ മാനവകുലത്തിന്റെ വിമോചനത്തിന് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനായി ജീവിച്ച് ആ മനുഷ്യന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ച് 3-ാം ദിവസം അതിശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിച്ച് വിശ്വസിക്കുന്നവർക്ക് വിടുതൽ നൽകുന്ന സാക്ഷാത് ദൈവത്തെയാണ് ഞങ്ങൾ അഭിമാനത്തോടെ വിളംബരം ചെയ്യുന്നത്. അതിന് പരിധിയില്ല, പരിമിതിയില്ലാതെ ഇന്ന് രാത്രി ആ മനുഷ്യനെ വിടുവിക്കാൻ കഴിയുന്ന നിത്യനായ ദൈവത്തിന്റെ വിളംബരമാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാന വിളംബരം. അപ്പൊ യോഹന്നാൻ വെളിപ്പെടുത്തി തുടങ്ങുന്നത് 3 കാര്യം: യേശുവിന്റെ നിത്യത്വം, യേശുവിന്റെ വ്യക്തിത്വം, യേശുക്രിസ്തുവിന്റെ ദൈവത്വം. അതുകൊണ്ട് ഈ പുസ്തകം ഉടനീളം വെളിപ്പെടുത്തുന്നത് അവിടുന്ന് പൂർണ്ണനായ ദൈവമാണ്, അവിടുന്ന് നിത്യനായ ദൈവമാണ്, അവിടുന്ന് സൃഷ്ടാവായ ദൈവമാണ്, അവിടുന്ന് രക്ഷിതാവാണ്. അനവധി നിരവധി പ്രയോഗങ്ങൾ ക്രിസ്തുവിന്റെ ജീവിതത്തെ പറ്റി വെളിപ്പെടുത്തുന്നത് കാണുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ആ സ്വയപ്രഖ്യാപിത വാക്യങ്ങൾ 7 കാണുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. അവിടുന്ന് ഈ ഭൂമിയുടെ ഇടയനെന്ന്, വെളിച്ചമെന്ന്, വഴിയെന്ന്, വാതിലെന്ന്, പുനരുത്ഥാനവും ജീവനും തുടങ്ങി അനവധി നിരവധി പ്രയോഗങ്ങൾ നമുക്ക് ഈ സുവിശേഷത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനകത്ത് അത്ഭുതങ്ങൾ ഒത്തിരിയൊന്നും പറയുന്നില്ല, 8 മാത്രമേ കാണുന്നുള്ളൂ. 7 ഉയർപ്പിന് മുമ്പും 1 ഉയർപ്പിന് ശേഷവും. പക്ഷേ അത്ഭുതങ്ങൾ പോലും പാതയാനം തുറക്കുന്നത് ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലേക്കാണ്. നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യമുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അവിടുന്ന് വെളിപ്പെടുത്തി, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുന്നു. ഒരു കുരുടന് കാഴ്ച കൊടുത്തപ്പോൾ വെളിപ്പെടുത്തി, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അതുപോലെ മരിച്ചവനെ 4 ദിവസത്തിന് ശേഷം അവിടുന്ന് പുറത്തു കൊണ്ടുവന്നപ്പോൾ ക്രിസ്തു വെളിപ്പെടുത്തിയത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സകലത്തിന്മേൽ അധികാരമുള്ള, ജീവന്മേൽ, മരണത്തിന്മേൽ, രോഗത്തിന്മേൽ, പ്രതിസന്ധികളുമേൽ അധികാരമുള്ള ക്രിസ്തു തന്നെത്താൻ വെളിപ്പെടുത്തിയത് ഈ ഭൂമിയിൽ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുന്ന ഏക വ്യക്തി വിശേഷമുണ്ടെങ്കിൽ അത് അവിടുന്നല്ലാതെ മറ്റാരുമില്ല. ഇന്ന് രാത്രിയും ഇങ്ങനെയുള്ള സുവിശേഷ പ്രഘോഷണ പരമ്പരകൾക്കകത്ത് ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നു, ഈ ചെയ്തത് മുഴുവൻ കർത്താവിന് ഇന്നും ചെയ്യാൻ കഴിയും, ഇന്നും ചെയ്യാൻ കഴിയും. അന്ന് അവിടുത്തെ ശക്തി കുറഞ്ഞിട്ടില്ല, അവിടുത്തെ മഹത്വം കുറഞ്ഞിട്ടില്ല, അവിടുത്തെ പ്രഭാവത്തിന് കോട്ടം വന്നിട്ടില്ല. കോട്ടം വന്നതുകൊണ്ട് ആരെങ്കിലും പിന്നെയും തനിക്ക് അല്ലെങ്കിൽ പ്രഭാവം നൽകി കൊടിയിരുത്തേണ്ട ആവശ്യവും അവിടുത്തേക്ക് വന്നിട്ടില്ല. അന്ന് എന്ത് പ്രവർത്തിച്ചോ അത് ഇന്നും പ്രവർത്തിക്കാൻ കരുത്തുറ്റ നസ്രയനെയാ ഈ രാത്രി ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. എന്നാൽ ഇത് മുഴുവൻ ചെയ്യുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും വിശ്വസിച്ചിട്ട് അവിടുത്തെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതിന് ഈ സന്ദേശം ഇവിടെ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് മുഴുവൻ ക്രിസ്തുവിനെ തന്നെത്താൻ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഞാൻ വേഗത്തിൽ നിങ്ങളുടെ ചിന്ത 4-ാം അധ്യായത്തിലേക്ക് കൊണ്ടുവരികയാണ്. 4-ാം അധ്യായത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 3, 4, 5 അധ്യായങ്ങൾ വ്യക്തിപരമായ എൻകൗണ്ടറുകളുടെ അധ്യായങ്ങളാണ്. 3, 4, 5 അധ്യായങ്ങൾ യേശുക്രിസ്തു വ്യക്തികളുമായിട്ട് ഇടപെടുന്നു. 3-ാം അധ്യായത്തിൽ കർത്താവ് ഇടപെടുന്നത് നിക്കോദിമോസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ. 4-ാം അധ്യായത്തിൽ കർത്താവ് ഇടപെടുന്നത് ശമരിയക്കാരി സ്ത്രീ. 5-ാം അധ്യായത്തിൽ അവിടുന്ന് ഇടപെടുന്നത് 38 വർഷമായിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ.
ഇത് മൂന്ന് സമൂഹത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. നമ്മുടെ എല്ലാം കമ്മ്യൂണിറ്റിയിലുള്ള, നമ്മുടെ എല്ലാം ദേശത്തുള്ള 3 സമൂഹങ്ങളെ പ്രതിദാനം ചെയ്യുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതിലെ 3-ാം അധ്യായത്തിലെ വ്യക്തി എന്ന് പറഞ്ഞാൽ പേര് പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യന്റെ പേര് നിക്കോദിമോസ് എന്ന പേര് പറഞ്ഞിട്ടുണ്ട്. 2, താൻ ആരായിരുന്നു, തന്റെ പൊസിഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യൻ സന്നഗതി സംഘത്തിലെ ഒരു അംഗവും പ്രഭുവുമായ ഒരു മനുഷ്യനായിരുന്നു. അടുത്തത്, തനിക്ക് സമൂഹത്തിനകത്ത് സ്ഥാനമുണ്ട്, നിലയുണ്ട്, വിലയുണ്ട്, ആഢ്യത്വമുണ്ട്, ബഹുമാനമുണ്ട്, സമൂഹം തന്നെ അംഗീകരിച്ചിട്ടുണ്ട്, ചുറ്റുപാട്ടുകൾക്ക് താൻ സമ്മതനാണ്, തന്റെ വാക്കുകൾക്ക് സമൂഹം കാതോർത്തിട്ടുണ്ട്, മതകോടതി തനിക്ക് മുമ്പിൽ അതിനകത്തൊരു അംഗത്വം തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നു വേണ്ട സമൂഹത്തിനകത്ത് നിരവധി സ്ഥാനമുള്ളൊരു മനുഷ്യനെയാ 3-ാം അധ്യായത്തിനകത്ത് കാണുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു വിഷയമുണ്ട്. തന്റെ പ്രതിസന്ധി ആധ്യാത്മിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമുക്ക് ഈ 3-ാം അധ്യായത്തിനകത്ത് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ അന്തരാത്മാവിൽ ഒരു പ്രതിസന്ധി ആധ്യാത്മിക പ്രതിസന്ധിയാണ്. കുറേയും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, എവിടൊക്കെയോ സത്യം അന്വേഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആ മനുഷ്യൻ. ഏതൊക്കെയോ കോണിൽ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിക്കണമെന്ന് അന്തരാത്മാവിൽ കൊതിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ നിക്കോദിമോസ് എന്ന് പറയുന്ന മനുഷ്യൻ. അതുകൊണ്ടാണ് തന്റെ സമൂഹത്തിനകത്തുള്ളവർ ആരും മുതിരാത്ത ഒരു ദൗത്യത്തിന് രാത്രിയിലാണെങ്കിലും ഈ മനുഷ്യൻ, രഹസ്യത്തിലാണെങ്കിലും ഈ മനുഷ്യൻ മുതിർന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിസന്ധി ആധ്യാത്മികമായ ഒരു പ്രതിസന്ധിയാണ്, അന്തരാത്മാവിന്റെ സംഘർഷമാണ്, ഇന്നറായിട്ടുള്ള ഒരു സ്ട്രഗിൾ ഈ മനുഷ്യൻ കടന്നു പോവുക. ഇത് എല്ലാ സമൂഹത്തിലും ഇങ്ങനെ ഒരു കൂട്ടമുണ്ട്. ആധ്യാത്മിക പ്രതിസന്ധിയിലൂടെ പോകുന്നവർ, സത്യത്തിന് വേണ്ടി അന്വേഷിക്കുന്നവർ, ആന്തരിക പ്രക്ഷോഭങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹത്തെ നമുക്ക് എല്ലാ സമൂഹത്തിനകത്തും കാണാൻ കഴിയുന്നുണ്ട്. അവർ സത്യം അന്വേഷിക്കുന്നു, രഹസ്യത്തിൽ എവിടെയോ അവർ അതിനുവേണ്ടി കേടുകൊണ്ടിരിക്കുന്നു, അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. എവിടെ സത്യം കണ്ടെത്താൻ കഴിയുമെന്ന്, എവിടെ ദൈവികമായ പരിജ്ഞാനം കണ്ടെത്താൻ കഴിയുമെന്ന്, സത്യവിശ്വാസം എവിടെയെന്ന്, സത്യത്തിന്റെ പരിജ്ഞാനം എവിടെയെന്ന്, സത്യദൈവം എവിടെയെന്നൊക്കെ പറയുന്ന അന്വേഷണം ഈ മനുഷ്യരിങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് വന്ന പ്രിയ അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം എന്നോട് വരുന്ന വഴി തന്റെ ടെസ്റ്റിമണി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു കാലത്ത് താനും അതുപോലെ അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. സത്യദൈവം ഇവിടെ, സത്യത്തിലൊരു ദൈവമുണ്ടോ, ആ ദൈവം രക്ഷിക്കാൻ കഴിയുന്ന ദൈവമാണോ എന്ന് വേണ്ട നിരവധി ചോദ്യങ്ങൾ, പരമ്പരകൾ. പക്ഷെ ചോദ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ആ മനുഷ്യൻ കണ്ടെത്തി യഥാർത്ഥത്തിൽ വിമോചനം നൽകുന്ന ഏക വിമോചകനായ ക്രിസ്തുവിനെ കണ്ടെത്തി ഇന്ന് ക്രിസ്തുവിന്റെ നല്ലൊരു അനുയായിയായി കർത്താവിനെ പിൻപറ്റാൻ അദ്ദേഹത്തിന് ദൈവം അവസരം കൊടുക്കുന്നു. ഇങ്ങനെ എത്രയോ അനവധി ആൾക്കാർ നമ്മുടെ സമൂഹത്തിനകത്ത് സത്യത്തിന് വേണ്ടി കേഴുന്ന ആ സത്യാന്വേഷികളായ ഒരു സമൂഹങ്ങൾ, ആന്തരിക പ്രക്ഷോഭം അനുഭവിക്കുന്ന ഒരു സമൂഹങ്ങൾ, ആധ്യാത്മിക പ്രതിസന്ധിയിലൂടെ പോകുന്ന ഒരു സമൂഹങ്ങളെ നമുക്ക് ഈ നിക്കോദിമോസിന്റെ ഒരു കൂട്ടമെന്ന് നമുക്ക് പങ്കുവെക്കാൻ കഴിയും. എന്നാൽ 4-ാം അധ്യായത്തിൽ കാണുന്നത് മറ്റൊരു സമൂഹമാണ്, സമൂഹത്തിന്റെ പ്രതിനിധിയാണ്. അവരുടെ പേര് പറയുന്നില്ല. നിക്കോദിമോസ് എന്ന പേര് പറയുന്നുണ്ട്, ഇവരുടെ പേര് പറയുന്നില്ല. പക്ഷെ അവിടെ പട്ടണം പറയുന്നുണ്ട്, ശമരിയ എന്ന പട്ടണത്തിൽ. ആ പട്ടണത്തിൽ ഒരു പെൺകുട്ടി എന്നവിടെ പറയുന്നുണ്ട്. അടുത്തത് സ്വഭാവം പറയുന്നുണ്ട്, അവൾ പോകുന്ന ആ മോറൽ സ്ട്രഗിളുകളെ പറ്റി പറയുന്നുണ്ട്. ധാർമ്മിക പ്രതിസന്ധിയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് 4-ാം അധ്യായത്തിനടുത്ത് കാണുന്നത്. ധാർമ്മിക പ്രതിസന്ധിയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി, ജീവിതം ഇരുളടഞ്ഞ് എവിടെയോ പോയൊരു പെൺകുട്ടി, നന്മയുടെ വെളിച്ചം അടഞ്ഞു പോയൊരു പെൺകുട്ടി, എപ്പോഴും തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് വീഴുന്ന ഒരു പെൺകുട്ടി, സ്വയമായിട്ട് രക്ഷപ്പെടാൻ കഴിയാത്ത ഇരുളടഞ്ഞ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിനകത്ത് ആരോരും വിടിവിക്കാൻ കഴിയാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു പെൺകുട്ടി. അപ്പം വലിയൊരു സമൂഹത്തിന്റെ ഒരു പ്രതിനിധിയാണ് അവൾ. എല്ലാ കമ്മ്യൂണിറ്റിക്കകത്തും ഇങ്ങനെ കൊണ്ട് ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മാനസികമായിട്ടും ആന്തരികമായിട്ടും അവർ നേരിടുന്ന ചില വെല്ലുവിളികളുണ്ട്. ഒരുപക്ഷെ അതാരും അറിയുന്നില്ല, ആരോടും പങ്കുവെക്കാൻ കഴിയാതെ അന്തരാത്മാവിന്റെ പ്രതിസന്ധി അനുഭവിക്കുന്നു, ധാർമ്മിക മൂല്യച്ചൊതുകളിലൂടെ പോകുന്നു. അവസ്ഥകൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിന്റെ പവിത്രതകൾ, പാതിവൃത്യങ്ങൾ, നന്മയുടെ വശങ്ങൾ, ഇതൊക്കെ എവിടെയോ തകർന്നെറിയപ്പെട്ടു പോയി. ആരോടും പങ്കുവെക്കാൻ കഴിയുന്നില്ല. സ്വയം നീറി ഉരുകി ജീവിക്കുന്നവർ, രക്ഷപ്പെടാൻ പഴുതില്ലാത്തവർ. ഈ അടുത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരനുമായി ഞാൻ സംവദിച്ചപ്പോൾ അവൻ പറഞ്ഞത് 29 വയസ്സുണ്ട്, തനിക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു ജോലി, സാലറി, സകല സിസ്റ്റങ്ങളും തനിക്ക് ഇവിടെയുണ്ട്. എന്നാൽ കഴിഞ്ഞ മാസങ്ങളായിട്ട് ഈ ചെറുപ്പക്കാരൻ ഉറങ്ങിയിട്ടില്ല. വിവാഹിതനാണ്, തനിക്കൊരു മകനുണ്ട്.
ഈ ഭാര്യയുടെയും ഈ മകന്റെയും മുഖത്ത് നോക്കാൻ തന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. കാരണം തനിക്കത് 22 23 വയസ്സ് പ്രായമുള്ള സമയത്ത് താൻ ചെയ്തു പോയ ഒരു തെറ്റിനെ പറ്റിയുള്ള കുറ്റബോധം 29ാമത്തെ വയസ്സിലും ഈ ചെറുപ്പക്കാരനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അവരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. അവർ നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷെ ഈ ചെറുപ്പക്കാരന് ഉറക്കമില്ല. ഇന്നർ സ്ട്രഗിലൂടെ അവൻ കടന്നു പോവുക, വല്ലാത്ത അവസ്ഥകളിലൂടെ പോവുക. എന്നാൽ എങ്ങനെയോ യാദർച്ഛികമായിട്ട് സമ്മതിക്കാൻ ഒരു അവസരം കിട്ടി. അവൻ ചോദിച്ചു, ഈ ഇന്നർ സ്ട്രഗിളിനകത്തു നിന്ന് എനിക്ക് പുറത്തു വരാൻ കഴിയുമോ? ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്റെ ഭാര്യയും എന്റെ മകനെയും വിട്ട് ജീവിതം ഒടുക്കേണ്ട ഒരു പശ്ചാത്തലത്തിനകത്താണ് ഞാൻ ജീവിക്കുന്നത്. എന്നാൽ അന്ന് രാത്രി ഞാൻ അവന് പങ്കുകൊടുത്തു. ഏതാന്തരിക സ്ട്രഗിളുകളെയും ഏത് വല്ലാത്ത കുറ്റബോധങ്ങളെയും മാറ്റിമറിക്കാൻ കഴിയുന്ന, പുരട്ടാൻ കഴിയുന്ന ഒരു ലോഭനമുണ്ട്. അത് മറ്റൊന്നുമല്ല, ആ കാൽവറി ക്രൂശിൽ യേശുക്രിസ്തുവിന്റെ ചങ്കിൽ നിന്ന് പാഞ്ഞൊഴുകിയ ആ പുണ്യഹ രക്തത്തിന് മാത്രമേ ഈ കുറ്റബോധത്തിന്റെ കനത്ത കറ കഴുകിക്കളയാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ് അവന് വേണ്ടി സമർപ്പിച്ച് അലറിക്കരഞ്ഞവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം ആ ചെറുപ്പക്കാരൻ വിളിച്ചെന്നോട് പറഞ്ഞൊരു ടെസ്റ്റിമണി ഉണ്ട്. കഴിഞ്ഞ എത്രയോ മാസങ്ങൾക്കകത്ത് യാതൊരു വിധമായ കുറ്റബോധമില്ലാതെ ഉറങ്ങിയൊരു രാത്രി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ രാത്രിയ. കനത്ത കുറ്റബോധത്തിന്റെ കറകളെ തുടച്ചു മാറ്റാൻ കഴിയുന്ന ഒരിടമുണ്ടെങ്കിൽ, അടുത്തു വരാൻ കഴിയുന്ന ഒരു പാദമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് ഞാൻ ഉയർത്തുന്ന നസ്രയനായ യേശുവിന്റെ പാദത്തിൽ വന്നാൽ എത്ര അടിമത്തവും ആന്തരിക വെല്ലുവിളികളെയും അറുത്തുമാറ്റി വിമോചനത്തിന്റെ നവ്യലോകം നിങ്ങൾക്ക് തരാൻ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന് കഴിയുമെന്ന് സദൈര്യം ഉയർത്തി പറഞ്ഞാൽ അനുഭവിച്ചിട്ടുള്ളവർ ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവർ ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറയണം, അകത്ത് പരിവർത്തനം വരുത്താൻ കഴിയുന്ന നസ്രായന്റെ നാമം. ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയ ഈ പെൺകുട്ടി അന്തരാത്മാവിൽ വെല്ലുവിളികൾ അനുഭവിക്കുന്ന ധാർമ്മിക മൂല്യച്യുതികളിലൂടെ കടന്നുപോകുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ് അവൾ. അപ്പോൾ അവൾ മറ്റു സമൂഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ ഒതുങ്ങി മാറി നടക്കുന്ന ധാർമ്മിക അധപ്പതനം സംഭവിച്ച ഒരു പെൺകുട്ടി. അടുത്തത് മൂന്നാമത്തെ ഒരു കൂട്ടമുണ്ട്. അവരുടെ വെല്ലുവിളിക്ക് ശാരീരിക വെല്ലുവിളിയിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹം. അപ്പം ആദ്യത്തെ കൂട്ടം ആധ്യാത്മിക വെല്ലുവിളിയാണെങ്കിൽ, ആന്തരിക വെല്ലുവിളിയാണെങ്കിൽ, രണ്ടാമത്തെ കൂട്ടത്തിൻ്റെത് ധാർമ്മിക വെല്ലുവിളിയും ഒറ്റപ്പെടലുമൊക്കെയാ. മൂന്നാമത്തെ കൂട്ടത്തിന്റെ പ്രതിസന്ധി ഇതൊന്നുമല്ല, ശാരീരിക വെല്ലുവിളിയിലൂടെ കടന്നു പോകുന്ന ഒരു കൂട്ടമുണ്ട്. 38 വർഷത്തിന്റെ കനത്ത കണക്ക് പറയാനുള്ളൊരു മനുഷ്യൻ, കഥനകഥകൾ പറയാനുള്ളൊരു മനുഷ്യൻ, വല്ലാത്ത കഥനഭാരവും പേറിക്കൊണ്ട് ഒത്തിരി പേരുടെ വിടുതലിന് സാക്ഷ്യം വഹിച്ചൊരു മനുഷ്യൻ, സ്വയം രക്ഷപ്പെടാൻ കഴിയാതെ പഴിച്ച് സ്വയം പരിതപിച്ച് നീറി നിൽക്കുന്ന ഒരു വല്ലാത്ത ജീവിതം. സമൂഹം ശാപം പേറിയ ജന്മമെന്ന് പറഞ്ഞു കാണും. എന്തോ ഒരു ജന്മമെന്ന് പറഞ്ഞു കാണും. 38 വർഷമായിട്ട് ഒരു മാറ്റവുമില്ല. ഈ മനുഷ്യന്റെ പേരവർ പറഞ്ഞിട്ടില്ല, തന്റെ പട്ടണത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല, ആകപ്പാടെ അവസ്ഥകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 38 വർഷമായിട്ട് ഒരു മാറ്റവും ഇല്ലാത്തൊരു വല്ലാത്ത ജീവിതമാ ഈ മനുഷ്യന്റെ ജീവിതം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇദ്ദേഹത്തിന്റെ പ്രതിസന്ധി ശാരീരിക പ്രതിസന്ധിയാ. ആർക്കും വിടുവിക്കാൻ കഴിയാത്ത, ആർക്കും ഇടപെടാൻ കഴിയാത്ത ശാരീരിക വെല്ലുവിളികളിലൂടെയാ ഈ മനുഷ്യൻ കടന്നു പോകുന്നത്. രോഗത്തിന്റെ അവസ്ഥയിലൂടെ താൻ പോകുന്നത്, തളർച്ചയുടെ അവസ്ഥയിലൂടെ താൻ പോകുന്നത്. എന്നാൽ ഈ സമൂഹവും ഈ മനുഷ്യനും പ്രദാനം ചെയ്യുന്നത് രോഗം ബാധിക്കപ്പെട്ട, ശാരീരിക വെല്ലുവിളികൾ ബാധിക്കപ്പെട്ട വലിയൊരു സമൂഹത്തെയാണ് ഈ മനുഷ്യനും പ്രദാനം ചെയ്യുന്നത്. ഇനിയാണ് എന്റെ ഈ ഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ആ പങ്കുവെക്കൽ നടക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 3 സമൂഹങ്ങളെ, ഈ 3 സമൂഹത്തിന്റെ പ്രതിനിധികളെ കൂട്ടിമുട്ടിയത് ഒറ്റ വ്യക്തിയാണ്. ആന്തരിക വെല്ലുവിളിയുള്ള മനുഷ്യനോടും, ആധ്യാത്മിക വെല്ലുവിളിയുള്ള മനുഷ്യനോടും, ശാരീരിക വെല്ലുവിളിയുള്ള മനുഷ്യനോടും, ധാർമ്മിക വെല്ലുവിളിയുള്ള മനുഷ്യനോടും കൂട്ടിമുട്ടിയത്, അവരെ 3 പേർക്കും പരിവർത്തനം വരുത്തിയത് ഒരൊറ്റ വ്യക്തിയാണ്. ആ വ്യക്തിയുടെ നാമമാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമം. നിങ്ങളുടെ വെല്ലുവിളി ആന്തരികമാണെങ്കിൽ യേശു ക്രിസ്തുവിന് അതിന് പരിഹാരമുണ്ട്. നിങ്ങളുടെ വെല്ലുവിളി ആധ്യാത്മികമാണെങ്കിൽ യേശു ക്രിസ്തുവിന് അതിന് പരിഹാരമുണ്ട്. നിങ്ങളുടെ വെല്ലുവിളി ധാർമ്മികമാണെങ്കിൽ യേശു ക്രിസ്തുവിന് അതിന് പരിഹാരമുണ്ട്. അല്ല, നിങ്ങളുടെ വെല്ലുവിളി ശാരീരികമാണെങ്കിൽ ഇന്ന് രാത്രി അതിന്മേൽ കൈവച്ച് സൗഖ്യം വരുത്താൻ കഴിയുന്ന, വിടുതൽ കൊടുക്കാൻ കഴിയുന്ന അധികാരമുള്ളൊരു വ്യക്തിയെ ഇന്ന് രാത്രി ഞാൻ അഭിമാനത്തോടെ ഉയർത്തുക. നാളെയല്ല, ഇന്ന് രാത്രി വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈ വിധ സകല പ്രതിസന്ധികളും ഈ ഗ്രൗണ്ടിനകത്ത്, ഈ ദേശത്ത് വെച്ച് പരിഹാരം വരുത്താൻ കഴിയുന്ന നാസറയനായ യേശു ക്രിസ്തുവിന്റെ നാമം. ഏതുവിധ വെല്ലുവിളിയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ആ വ്യക്തികൾക്ക് മുഴുവൻ പരിഹാരം വരുത്താൻ കഴിയുന്ന യേശുവിന്റെ നാമം. അപ്പൊ 3 വിധ സമൂഹത്തെയാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. 3 വിധ സമൂഹങ്ങൾ. അവർ 3 വിധ പശ്ചാത്തലത്തിനകത്തുള്ളവർ.
എന്നാൽ ആ 3 പേരെയും എൻകൗണ്ടർ ചെയ്ത് അവർക്ക് മാറ്റം വരുത്തിയത് ഒരു മനുഷ്യൻ, അത് നസ്രയനായ യേശുക്രിസ്തുവാണ്. ഏത് വിഷയത്തിനും ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ ജീവിക്കുന്ന ലോകം ഒത്തിരി ചെറുതാണ്, ഒത്തിരി വലിയ ലോകത്തൊന്നുമല്ല, ചെറിയ ലോകത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. വളരും തോറും ചെറുതാകുന്നതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ അവസ്ഥ. വളരും തോറും ചെറുതാകുന്നവരാണ് മനുഷ്യൻ. നമുക്ക് ഈ വേദിയിലിരിക്കുമ്പം ഈ സമൂഹം ഒരു വലിയ സമൂഹമായിട്ട് തോന്നും. പക്ഷേ ഒരു പട്ടണത്തിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ സമൂഹം ചെറിയ സമൂഹമാണ്. വലിയൊരു 10,000 കൂടുന്ന സമ്മേളനത്തിനകത്ത് ഈ സമൂഹം ഒരു ചെറിയ സമൂഹമാണ്. കണ്ണൂർ പട്ടണം നമുക്ക് വലുതെന്ന് തോന്നും. പക്ഷെ എറണാകുളം പട്ടണത്തോട് തുലനം ചെയ്താൽ ഒരു പക്ഷേ പല മേഖലയിൽ ചെറുതാണ്. എറണാകുളം പട്ടണം നമുക്ക് വലുതെന്ന് തോന്നും. പക്ഷേ ബോംബെ എന്ന് പറയുന്ന മഹാനഗരത്തോട് നോക്കിയാൽ ഈ എറണാകുളം പട്ടണം ചെറുതാണ്. അങ്ങനെ എത്രയെത്ര തുലനങ്ങൾ നടത്തിയാൽ മനുഷ്യൻ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാൽ അവർ 10 വിഷയമുണ്ട്. പക്ഷെ പ്ലസ് ടുവിൽ കയറുമ്പോൾ വിഷയം കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടേ ഉള്ളൂ. 10ൽ 10 വിഷയം പഠിച്ചവർ പ്ലസ് ടുവിൽ എത്തുമ്പോൾ 20 വിഷയം പഠിച്ചിട്ടില്ല. പ്ലസ് ടുവിൽ എത്തുമ്പോൾ വിഷയം കുറഞ്ഞു, 5ഉം 6ഉമായിട്ട് അത് കുറഞ്ഞതേ ഉള്ളൂ. അടുത്തത് 10ൽ എല്ലാ വിഭാഗങ്ങളും പഠിച്ചു. ഫിസിക്സ് പഠിച്ചു, കെമിസ്ട്രി പഠിച്ചു, ബയോളജി പഠിച്ചു, സോഷ്യൽ സയൻസ് പഠിച്ചു, മാത്സ് പഠിച്ചു എന്ന് വേണ്ട സകലതും ഉപവിഷയങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ പ്ലസ് ടുവിനകത്ത് എത്തിയപ്പോഴത്തേക്ക് അത് കുറേയും കൂടെ കേന്ദ്രീകൃതമായി മാറി. അതിനകത്ത് സയൻസ് ഉണ്ട്, ബയോളജിക്കൽ സയൻസ് ഉണ്ട്, അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. ലോകം ചെറുതായി മാറി. അതിനകത്ത് കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റിക്സ് ഉണ്ട്. ലോകം ചെറുതായിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മാസ്റ്റേഴ്സിന് പോകട്ടെ, നിങ്ങൾ ബാച്ചിലർ ഡിഗ്രിക്ക് പോകുക, ലോകം ചെറുതാകും. മാസ്റ്റേഴ്സിന് പോകുക, ലോകം ചെറുതാകും. അതിനുശേഷം PhDക്ക് പോകണം, അവിടെ ലോകം ചെറുതാകത്തേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ വലിയ വിഷയങ്ങൾ പഠിച്ചതിനകത്തുനിന്ന് PhDയിലേക്ക് വരുമ്പം അതിന്റെ കോണിൽ, അതിന്റെ മൂലത്തിൽ നിന്ന് ഏതോ ഒരു ചെറിയ വിഷയം എടുത്ത് അതിനകത്ത് പ്രബന്ധം അവതരിപ്പിച്ച് അതിനകത്ത് ഡോക്ടറേറ്റ് എടുക്കുമ്പം നിങ്ങൾ ലോകം മുഴുവൻ പഠിച്ചു എന്നല്ല അർത്ഥം. ഏതെങ്കിലും ഒരു ഭാഗത്തെ ചെറിയൊരു കോണിൽ എന്തോ ഒരു കാര്യം ഗവേഷണം ചെയ്ത് അതുമാത്രമേ പഠിച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ വിശാലമായ ലോകത്ത് നിന്ന് കൊച്ചു ലോകത്തെ കൊതുങ്ങപ്പെടുന്നതാണ് ഈ വിദ്യാഭ്യാസത്തിന്റെ ഔന്നത്യം വരുമ്പം കൊച്ചു ലോകത്തെ കൊതുങ്ങപ്പെടുക. എന്ന് പറഞ്ഞാൽ എല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല. MBBS പഠിക്കുമ്പോൾ പൊതുവായൊരു അറിവുണ്ട്. പക്ഷേ MD കഴിയുമ്പോൾ മറ്റ് ഡിഗ്രികളിലേക്ക് പോകുമ്പോൾ സ്പെഷ്യലൈസ് ചെയ്യപ്പെടുക. അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യപ്പെട്ട ഒരു ENT ഡോക്ടറുടെ ചെവിക്ക് വേദനയുമായിട്ട് ചെന്ന് കാര്യങ്ങൾ പങ്കുവെക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു, ഡോക്ടറെ ഒരസുഖം കൂടെ ഉണ്ട്, എന്റെ ഈ നട്ടലിന്റെ നടുക്ക് ഭാഗത്തായിട്ട് നല്ലൊരു വേദന, കനത്തൊരു വേദന കുറെ ദിവസങ്ങളായിട്ടുണ്ട്. അദ്ദേഹം പറയും, സോറി, ഇതിന്റെ തൊട്ടപ്പുറത്തൊരു OP ഉണ്ട്, അത് നല്ലൊരു ഓർത്തോപീഡിക് ഡോക്ടറിന്റെയാണ്. നിങ്ങൾ യു മസ്റ്റ് കൺസൾട്ട് ദാറ്റ് ഡോക്ടർ. നിങ്ങൾ ആ ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്യണം. എല്ലാം ഒന്നും ഇടപെടാൻ പറ്റത്തില്ല, എല്ലാം ഒന്നും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. വളരും തോറും ചെറുതാകുന്ന ലോകത്ത് ജീവിക്കുമ്പോൾ ഇന്ന് രാത്രി അവിടെയാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ പ്രത്യേകത. അവിടുന്ന് ശ്രേഷ്ഠനെന്നും സർവശക്തനെന്നും സർവവ്യാപിയെന്നും അത്യുന്നതനും ഞങ്ങൾ വിളംബരം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു അറ്റത്തെ വിഷയത്തിന് മാത്രം പരിഹാരം വരുത്തുന്ന കുട്ടിദൈവമല്ല എന്റെ കർത്താവ്. എന്തെങ്കിലും ചിലതിന് മാത്രം പരിഹാരം വരുത്താൻ കഴിയുന്ന ദിവ്യനല്ല എന്റെ കർത്താവ്. ഏത് വിഷയം ഉലകത്തിനുണ്ടെങ്കിൽ ആ മുഴുവൻ വിഷയത്തിന് പരിഹാരം വരുത്താൻ കഴിയുന്ന സകലത്തിന്മേലും ആധിപത്യമുള്ള അധികാരമുള്ള ഒരുവനെ ഇന്ന് രാത്രി ഞാൻ ഇതിനകത്ത് ഉയർത്തുമ്പോൾ അത് വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവർ ഈ ഗ്രൗണ്ടിനകത്തുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് ധൈര്യത്തോടെ യേശുവിന്റെ നാമത്തെ ഈ ദേശത്തിന് പങ്കുവെച്ചിട്ട് വരാ. സകല വിഷയത്തിനും യേശുവിൽ മറുപടിയുണ്ട്. നിങ്ങളത് അനുഭവിക്കുന്ന സകല സംഘർഷങ്ങളെയും ഒറ്റയിടത്ത് പരിഹരിക്കാൻ കഴിയും. പലയിടത്ത് വേണ്ട, പല വിധങ്ങൾ വേണ്ട, പല വഴികൾ വേണ്ട, പല വ്യക്തികൾ വേണ്ട, പല ഇടനിലക്കാർ വേണ്ട, പല മധ്യസ്ഥന്മാർ വേണ്ട. മറിച്ച് ഒരേ ഒരുവൻ സകലത്തിനും പരിഹാരം വരുത്താൻ കഴിയുന്ന ഏക മധ്യസ്ഥൻ, ഏക കർത്താവ്, ഏക രക്ഷിതാവ്, ഏക വിമോചകൻ, ഏക വീണ്ടെടുപ്പുകാരൻ ഇന്ന് രാത്രി അതത്ര ഞങ്ങൾ വിളംബരം ചെയ്യുന്ന നസ്രയനായ യേശു. കാലമുയർത്തി ഇന്ന് രാത്രി ധൈര്യത്തോടെ സ്തോത്രം പറഞ്ഞിട്ട് പറ, സകലത്തിനും പരിഹാരം ഏകനാൽ യേശു ക്രിസ്തുവിനെ സകല വിഷയങ്ങളെ ഡീൽ ചെയ്യാൻ കഴിയും. 4ാം അധ്യായത്തിലേക്ക് വരുക. 4ാം അധ്യായത്തിനകത്ത് ഒരു ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന, ഒരു പട്ടണത്തെ തന്നെ മാറ്റിമറിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ഇടപെടലിനാണ് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, 4ാം അധ്യായത്തിൽ വരുമ്പം അവിടെ ഒരു പാർശ്വവൽക്കരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു പെൺകുട്ടി, ജീവിതം മുഴുവൻ തകർക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഒരു പുറത്തിന്റെ ഭാഗമായ ഒരു പെൺകുട്ടി. അവൾക്ക് സമൂഹത്തിനകത്ത് വിലയില്ല, പരിഗണനയില്ല. കാരണം അവരുടെ പ്രവർത്തിയോട് ചേർന്ന്, ധാർമ്മിക അധപ്പതനത്തോട് ചേർന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു പെൺകുട്ടി.
അടുത്തത് അവൾ ജീവിക്കുന്ന പട്ടണം പോലും അങ്ങനെ തള്ളപ്പെട്ടൊരു പട്ടണമാണ്. ശമരി എന്ന് പറയുന്ന പട്ടണം യഹൂദന്മാർ അംഗീകരിക്കാത്തൊരു പട്ടണം, സമൂഹം തിരസ്കരിക്കുന്ന ഒരു പട്ടണം. അങ്ങനെ ഒരു പട്ടണത്തിനകത്ത് ഈ പെൺകുട്ടി ജീവിക്കുന്നത് നമുക്കറിയാം. ആ ശമരി എന്ന് പറയുന്ന പട്ടണത്തിന്റെ, എന്റെ സമൂഹ ശ്രോതാക്കളോട് ആ ശമരി എന്ന പട്ടണത്തിന്റെ പ്രത്യേകതകളിലേക്ക് നിങ്ങളെ ഞാനൊന്ന് കൊണ്ടുപോകാം. ഈ പട്ടണത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യഹൂദന്മാരുടെ 2 പ്രൊവിൻസുകളുടെ നടുവിലുള്ള ഒരു പട്ടണമാണ് ഈ ശമരി എന്ന് പറയുന്ന പട്ടണം. അതിന്റെ മുകളിലത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ യഹൂദ്യ എന്നൊരു പറയുന്ന സ്ഥലമാണ്. അതിന്റെ താഴത്തെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗലീല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ 2 പ്രൊവിൻസുകളുടെ നടുവിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ശമരിയ സ്ഥിതി ചെയ്യപ്പെടുന്നത്. അതിനകത്ത് ഈ യഹൂദ്യയിലാണ് യെരുശലേം ദേവാലയം ഇരിക്കുന്നത്. ഈ യെരുശലേം ദേവാലയത്തിനകത്തും നിരന്തരം യാഗങ്ങളും പെരുന്നാളുകളും നടക്കുന്നത് കൊണ്ട് ഈ ഗലീലയിലുള്ളവർ എല്ലാ വർഷവും ഈ യഹൂദ്യയിലേക്ക് വരും, ഈ ആലയത്തിലേക്ക് വരും, പെരുന്നാളിന് വരും. അവർ പങ്കെടുക്കാൻ വേണ്ടി യാത്ര ചെയ്യും. ഈ യാത്ര ചെയ്യുമ്പോൾ അന്ന് ഇന്നത്തെ പോലെ വിശാല സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് മിക്കവരും കാൽനടയായിട്ട് യാത്ര ചെയ്യുന്നു. അവർക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇതിന്റെ നടുവിലുള്ള ശമരിയെ ക്രോസ് ചെയ്ത് പോകുന്നതാണ് ഇവർക്കെല്ലാം എളുപ്പം. എന്ന് പറഞ്ഞാൽ വഴി 3-1 ലാഭിക്കപ്പെടും. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഇങ്ങനെ സുവിശേഷ യോഗങ്ങൾക്ക് രാത്രിയിലൊക്കെ യാത്ര ചെയ്യുമ്പം പണ്ടായിരുന്നു ആൾക്കാർ വഴി പറഞ്ഞു തരുന്നത്. ഇപ്പൊ ആരും വഴി പറഞ്ഞൊന്നും തരത്തില്ല, ലൊക്കേഷൻ ഇട്ട് തരത്തേ ഉള്ളൂ. ഈ ലൊക്കേഷൻ ഇട്ട് തരുമ്പോൾ മുമ്പ് ചില സമയത്ത് ഗൂഗിൾ നമ്മളോട് പറയും ഒരു 10 മിനിറ്റ് എളുപ്പമുള്ള വഴിയുണ്ട്, വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. എളുപ്പമുള്ളൊരു വഴിയുണ്ട്. ഈ 10 മിനിറ്റ് നല്ല 5 മിനിറ്റ് എളുപ്പമുള്ള വഴിയുണ്ടെങ്കിലും സാധാരണ നമ്മൾ തിരഞ്ഞെടുക്കും. പിന്നെ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്നുകൂടെ സൂക്ഷിക്കണമെന്ന് മാത്രം. ചില സമയത്ത് എളുപ്പമുള്ള വഴിക്ക് വേണ്ടി ഇത് കൊണ്ടുപോകുമ്പോൾ കാട്ടിനിടയ്ക്കൂടാണോ കടലിനിടയ്ക്കൂടാണോ നമുക്ക് അറിയില്ല. അല്ല, ഇത് ഏത് വഴി കൂടെ നമ്മളെ നയിക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ എന്തായാലും എളുപ്പത്തിൽ കൊണ്ടുപോകും, എളുപ്പത്തിൽ ആളെത്തിക്കും. അങ്ങനെ ഇത് എളുപ്പത്തിൽ എത്തിക്കുന്നതിന്റെ വഴി നമ്മൾ തിരഞ്ഞെടുക്കും. നമ്മളുടെ 10 മിനിറ്റ് ലാഭത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്നവരാ. പണ്ട് ഞാൻ തിരുവനന്തപുരത്ത് വിതുര എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ ഒരു സുവിശേഷ പ്രഭാഷണത്തിന് പോകുന്നു. ഒരു സ്ഥലത്തെത്തിയപ്പം നല്ല ട്രാഫിക് ബ്ലോക്ക്. ഇത് പറഞ്ഞു ഒരു 18 മിനിറ്റ് ലാഭമുള്ള ഒരു വഴിയുണ്ട്, 18 മിനിറ്റ് ലാഭം. ഞാൻ ആ വഴി തിരഞ്ഞെടുത്തു. പക്ഷെ അന്നാണ് എനിക്ക് മനസ്സിലായത് തിരുവനന്തപുരത്തെ കാടുണ്ടെന്ന്. അത്ര പണ്ട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും നിബിഡമായ കാടുണ്ട് തിരുവനന്തപുരത്തുണ്ടെന്ന് എനിക്കറിയത്തില്ല. വിതുര ഏറിയ നല്ല കനത്ത കാടുണ്ട്. അത് മാത്രമല്ല, ഇതുവഴി പോകുന്ന വഴിയിൽ ഒരു 1/2 മണിക്കൂർ കഷ്ടിച്ച് യാത്ര ചെയ്തപ്പോ ഒരു സ്ഥലത്തെത്തി. ഈ കാട്ടിനകത്തൂടാന്ന് ഓർക്കണം. ഇതിപ്പോ ആ സ്ഥലത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ കാലന്റെ വഴിയെന്ന്. കനത്ത കാട്ടിനകത്ത് കാലന്റെ വഴിയും കൂടെ കണ്ടാലുള്ള അവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കണം. അപ്പം ഇതിനുശേഷമാണ് ഞാൻ അടുത്ത ദിവസങ്ങളിൽ പത്രത്തിലൂടെ അറിഞ്ഞത് 4 പേര് ഈ കാട്ടിനകത്ത് കുടുങ്ങി കടുവ വരെ കണ്ടൊരു സാഹചര്യമുണ്ട്. അത് ഈ സെയിം സ്ഥലത്തൂടെയാണ് പോയത്. അവസാനം ഞാൻ ഈ സ്ഥലത്തെത്തി നേരെ സ്റ്റേജിന്റെ മുമ്പിൽ കൊണ്ടിറക്കി, പുറയിലത്തെ റോഡിലൂടെ കൊണ്ടിറക്കി. പാസ്റ്റ് ചോദിച്ചു ഏത് വഴിയാ വന്നത്? ഞാൻ പറഞ്ഞു ഇന്ന വഴികളിലൂടെയാണ് വന്നത്. അവർ പറഞ്ഞു ഞങ്ങൾ പോലും സാധാരണ പോകുന്ന വഴിയല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ പോലും പോകുന്ന വഴിയല്ല. അപ്പൊ എളുപ്പത്തിന് എത്തണമെങ്കിൽ ഇങ്ങനൊക്കെ വഴിയിലൂടെ നമ്മൾ പോകും, എളുപ്പത്തിന് എത്തണമെങ്കിൽ പോകും. പക്ഷെ 3-1 വഴി ദൂരം ലാഭിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിട്ട് ഒറ്റ യഹൂദനും ആ വഴി പോകത്തില്ല, ഓരോ യഹൂദനും ആ വഴി പോകത്തില്ല. കാരണം യഹൂദന്റെ മതം അവരോട് പറയുന്നത് ആ വഴി പോകുന്നത് അറുപ്പാന്ന, വെറുപ്പാന്ന. അവർക്ക് എളുപ്പമുള്ള വഴി വേണ്ട. 3-ലധികം ദൂരം അവർ സഞ്ചരിച്ച് വട്ടം ചുറ്റി അവർ ആ ദേശത്തേക്ക് ചെല്ലും. കാരണം അവരൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ശമരിയന്റെ അവിടെ കാല് ചവിട്ടുന്നത് പോലും അവർ ആഗ്രഹിക്കുന്നില്ല. അവരത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. എന്ന് പറഞ്ഞാൽ അവർ ഈ ശമരിയനെ അത്രയ്ക്ക് വെറുത്തവരാണ്. വല്ലാതെ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വിത്ത് പാകപ്പെട്ടവരാണ് ഈ സമൂഹം. അവരുടെ ന്യായപ്രമാണം അതിന് അടിസ്ഥാനം വെച്ച് കൊടുത്തിരിക്കുക. എന്നാൽ അങ്ങനെയുള്ള ബാരിയറുകളെ പൊളിച്ചുകൊണ്ടാണ് യേശുക്രിസ്തു അവിടേക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സമൂഹം പറഞ്ഞ സകല വേലിക്കെട്ടുകളും അതിർവരമ്പുകളും പൊളിച്ചെറിഞ്ഞുകൊണ്ടാണ് യേശുക്രിസ്തു അവിടേക്ക് വരുന്നത്. സമൂഹം മാറ്റി നിർത്തുന്നതിനെ ചേർത്ത് പിടിക്കുന്നതാണ് യേശുക്രിസ്തുവിന്റെ പോളിസി. സമൂഹം ദൂരീകരിച്ച് നിർത്തിയതിനെ അടുത്തു പിടിക്കുന്നതാണ് യേശുക്രിസ്തുവിന്റെ നിയമം. ശരിക്കും ഈ സമൂഹത്തിന് മുമ്പിൽ, സമൂഹത്തെ മാറ്റി നിർത്തിയതിനു മുമ്പിൽ യേശു ആ സമൂഹത്തെ ചേർത്ത് നിർത്തി. അവിടുന്ന് ശമരിയിലൂടെ പോയി, ശമരിയിൽ അവിടുന്ന് വന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് വേണ്ടാത്ത ഇടത്ത് അവിടെയൊക്കെ ചെന്ന് പരിവർത്തനം വരുത്താൻ യേശുക്രിസ്തുവിന് കഴിയും. ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം ഇവിടെ പങ്കുവെക്കുമ്പം പാർശ്വവൽക്കരിക്കപ്പെട്ട മനസ്സോടെ, തിരസ്കരിക്കപ്പെട്ട ചിന്താഗതിയോടെ, തള്ളപ്പെട്ടു എന്ന മനസ്സിനകത്തെ ചിന്തയോടെ, നിന്ന വഹിക്കുന്നുവെന്ന വേദനയോടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത കനത്ത വേദന നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി എനിക്ക് കനത്ത ശബ്ദത്തിൽ ഈ ദൂത് നിങ്ങളോട് പങ്കുവെക്കാൻ കഴിയും. യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ഹൃദയത്തിന്റെ സംഘർഷങ്ങളും നിങ്ങളെ തള്ളപ്പെട്ടെടുത്ത് അതിന്റെ നടുവിൽ മാന്യതയോടെ ഉയർത്തി നിർത്താൻ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന് കഴിയുമെന്ന് അഭിമാനത്തോടെ ഈ സന്ദേശം വിളിച്ചു പറയുമ്പോൾ അതിന് ആമേൻ പറയാൻ പറ്റുന്നവർ, അങ്ങനെ പരിവർത്തനം വന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവർ ധൈര്യത്തോടെ സ്തോത്രം പറഞ്ഞിട്ട് പറയണം, എന്റെ ചരിത്രത്തിനകത്ത് പുത്തൻ ദിവസം കുറിച്ചത് യേശു എന്റെ ജീവിതത്തിനകത്ത് വന്നതാണ്.
ശമരിയ പട്ടണത്തിനകത്ത് അവിടെ നിന്ന് വന്നു പുത്തൻ വ്യവസ്ഥതയുടെ തുടക്കം അവിടെ സംഭവിക്കുക. ഞാൻ നിങ്ങളെ വേഗത്തിൽ ആ പെൺകുട്ടിയുടെ ചരിത്രത്തിലേക്ക് ഇന്ന് രാത്രി വേഗത്തിൽ കൊണ്ടുപോവുക. ഒരൊറ്റ സിമ്പിൾ ചോദ്യം അവൾ ചോദിച്ചത്, യേശു അവളോട് ചോദിച്ചത്, എനിക്ക് കുടിപ്പാൻ തരുമോ? എനിക്ക് കുടിപ്പാൻ തരുമോ? ക്യാൻ യു ഗിവ് മീ സം വാട്ടർ? അല്പം വെള്ളം എനിക്ക് തരുമോ? വെള്ളം എന്ന ഒറ്റ ചോദ്യം കർത്താവ് ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ അവൾ കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? മതം അവൾ പറഞ്ഞത്, പ്യുവർ റിലീജിയൻ അവൾ പറഞ്ഞത്. അവൾ പറഞ്ഞത്, നീ യഹൂദനാ, ഞാൻ ശമരിയക്കാരിയാ, നമ്മൾ തമ്മിൽ സമ്പർക്കമില്ല, പിന്നെ നിനക്കെങ്ങനെ ഞാൻ വെള്ളം കുടിക്കാൻ തരും? യേശുവിനെ അവൾ കണ്ട കണ്ണ് മതത്തിന്റെ കണ്ണ്. മതത്തിനകത്തൂടെ ക്രിസ്തുവിനെ കാണുക, മതത്തിന്റെ മാമൂലികൾക്കകത്തൂടെ ക്രിസ്തുവിനെ കാണുക, മതം പറഞ്ഞു തന്ന കണ്ണിനകത്തൂടെ ക്രിസ്തുവിനെ കാണുക. എന്റെ പ്രിയരെ, ഇന്ന് ഈ സമൂഹത്തിന് വന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞാൽ മതം പഠിപ്പിച്ചു കൊടുത്ത കണ്ണിനകത്തൂടെ പലരും ക്രിസ്തുവിനെ കണ്ടിട്ടുള്ളത്, മതത്തിന്റെ മാമൂലികൾക്കകത്തൂടെ ക്രിസ്തുവിനെ കണ്ടിട്ടുള്ളത്, മതം പറഞ്ഞു തന്ന കർമാചാരങ്ങൾക്കകത്തൂടെ ക്രിസ്തുവിനെ കണ്ടിട്ടുള്ളത്, മതം പറഞ്ഞു തന്ന അർപ്പണ തർപ്പണ ആചാര അനുഷ്ഠാന പെരുന്നാളുകൾ പദയാത്രകളിലൂടെയാ ക്രിസ്തുവിനെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ വിളിക്കുന്നത് മതം പഠിപ്പിച്ചു തന്ന ക്രിസ്തുവിനെ കാണാനല്ല, ഈ തിരുവിടത്തിന്റെ പച്ചയായ പവിത്രതയോടുകൂടി കണ്ണു തുറന്ന് രാത്രി ക്രിസ്തുവിനെ കാണാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മതം പറഞ്ഞു തന്നതിനേക്കാൾ വ്യക്തി വൈശിഷ്ട്യത്തെ നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടെത്താൻ കഴിയും. സത്യത്തിന്റെ മൂർത്തിഭാവത്തെ നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടെത്താൻ കഴിയും. സകലത്തിന്റെയും ഉടയവനെ, സൃഷ്ടാവിനെ ഇതിനകത്ത് കണ്ടെത്താൻ കഴിയും. സാക്ഷാൽ വചനമായവനെ ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. മതത്തിന്റെ കണ്ണിനകത്തുനിന്ന് തിരിഞ്ഞു നോക്കി ഇന്ന് രാത്രി യാഥാർത്ഥ്യബോധത്തോടെ ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവിനെ കണ്ടാൽ പുതിയ കണ്ണട ലഭിക്കുമെന്നല്ല, പുതിയ ജീവിതം ലഭിക്കും. നിങ്ങളുടെ മതം നിങ്ങൾക്ക് വെച്ചു തന്ന സകല പരിമിതികളെ ഇന്ന് രാത്രി പൊളിച്ചിട്ട് സ്വതന്ത്ര ബോധത്തോടെ ക്രിസ്തുവിനെ കാണണം. പലപ്പോഴും മതത്തിന്റെ അനുകൂലികൾ, മതം എന്ന് പറയുന്ന പദം തന്നെ അടിമത്തത്തോട് ചേർന്ന. കാരണം മനുഷ്യനെ ഏറ്റവും അധികം അടിമത്തത്തിനകത്തേക്ക് വെക്കുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടെങ്കിൽ അതിന്റെ പേരാ മതം. അപ്പൊ മറ്റൊരു കൂട്ടം ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ത്രസിച്ച് തുള്ളിച്ചാടും. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഒരു മതത്തിലും വിശ്വസിക്കാത്തത്, ഞങ്ങൾ ദൈവത്തെ പോലും വിശ്വസിക്കാത്തത് എന്ന് പറഞ്ഞാൽ മതത്തിന് ഞങ്ങൾ വിരോധമാണെന്ന് പറയുന്ന നാസ്തിക സമൂഹം ഒരു വശത്ത് നിൽക്കുക. പക്ഷെ ഞാൻ പറയുന്നത് മതം എന്ന വ്യവസ്ഥിതിയാണ് അടിമത്തം, മതമാണ് അടിമത്തം. പക്ഷേ സകലത്തിന്റെയും കാരണഭൂതനായ ഒരു ദൈവമുണ്ട്. ആ ദൈവം ആരെയും അടിമകളാക്കുന്ന ദൈവമല്ല. ആ ദൈവം മനുഷ്യനെ സ്നേഹിച്ച് തന്റെ ജീവനെ തന്ന് അവരെ മക്കളെന്ന് കരുതി മാറുവോട് ചേർക്കുന്ന ഒരു ദൈവിക വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതിയാണ് ഞങ്ങൾ വിളംബരം ചെയ്യുന്നേ. മതമെന്ന് പറയുന്ന അടിമത്തത്തിന്റെ അവസ്ഥകൾ അതിനകത്തുനിന്ന് കണ്ണോടിച്ച ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിയത്തില്ല. അതുകൊണ്ടല്ലേ ആ പല മതങ്ങളും നോക്കിയിട്ട് മതത്തിന്റെ കണ്ണിനകത്തുനിന്ന് ക്രിസ്തുവിനെ പലവിധ കാഴ്ചപ്പാടി പങ്കുവെക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ പറ്റി പല കാഴ്ചപ്പാടുകൾ, പല പങ്കുവെക്കൽ നടത്തുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നത് മതത്തിന്റെ കണ്ണിലൂടെ ക്രിസ്തുവിനെ കാണരുത്. 2, ഇവൾക്ക് ക്രിസ്തു കൊടുക്കുന്ന ഒരു മറുപടിയാണ് 10ാമത്തെ വാക്യം. നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരും. ഇവിടെ തിരിച്ചു കൊടുത്ത മറുപടിയുണ്ട്, യജമാനനെ നിനക്ക് കോരാൻ പാത്രമൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നീ ഈ വെള്ളം കോരുന്നത്? പിന്നെ എങ്ങനെയാണ് ഞാൻ ഈ വെള്ളം നിനക്ക് തരുന്നത്? ഇത് പറഞ്ഞാൽ യേശു അവളോട് ചോദിച്ചതിന് അവൾ കൊടുത്ത മറുപടി ഹ്യൂമൻ പെർസ്പെക്റ്റീവിനകത്തുള്ള മറുപടിയാണ്. അവൾ ക്രിസ്തുവിനെ കണ്ടത് ആരായിട്ടാണ്? തികഞ്ഞൊരു മനുഷ്യനായിട്ടാണ് കണ്ടത്. ഇത് പറഞ്ഞാൽ കർത്താവളോട് പറഞ്ഞത് ഞാൻ നിനക്ക് വെള്ളം തരുമെന്നല്ല, ജീവനുള്ള വെള്ളം തരുമെന്നാണ്. പക്ഷെ അപ്പോഴാണ് അവൾ വെള്ളം എന്ന റിയാലിറ്റിയിലേക്ക് വന്നിട്ട് പറഞ്ഞത്, നിനക്ക് കോരാൻ നിന്റെ പക്ക പാത്രം പോലുമില്ല, പിന്നെങ്ങനെയാണ് നിനക്ക് വെള്ളം കോരാം? മനുഷ്യത്വത്തിന്റെ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ കാണുന്നവർ ഇവരാണ് പറയുന്നത് അവിടുന്ന് മഹത് ഗുരുവാണെന്നും അവിടുന്ന് നല്ല എഴുത്തുകാരനാണെന്നും നല്ല പഠിപ്പിക്കുന്ന വ്യക്തിയാണെന്നും അവിടുന്ന് സമൂഹത്തിലെ നല്ല വിപ്ലവകാരിയാണെങ്കിലും എന്നൊക്കെ പഠിപ്പിക്കൽ വന്നതിന്റെ പിൻപിലെ കാര്യം ക്രിസ്തുവിനെ അവർ കണ്ടത് തികഞ്ഞ മനുഷ്യത്വത്തിന്റെ പ്രതീകത്തിനകത്ത്, മനുഷ്യത്വത്തിന്റെ കാഴ്ചപ്പാടിനകത്ത് ക്രിസ്തുവിനെ കണ്ട സമൂഹമുണ്ട്. എന്നാൽ മനുഷ്യത്വത്തിന്റെ കാഴ്ചപ്പാടിലല്ല ക്രിസ്തുവിനെ കാണേണ്ടത്, മതത്തിന്റെ കാഴ്ചപ്പാടിലല്ല ക്രിസ്തുവിനെ കാണേണ്ടത്. മറിച്ച് ക്രിസ്തുവിനെ കാണേണ്ട കാഴ്ചപ്പാടാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഈ ദേശത്തോട് പങ്കുവെക്കുന്നത്. മതത്തിന്റെ കണ്ണിൽ ക്രിസ്തുവിനെ കാണരുത്, നെവർ എവർ മതത്തിന്റെ കണ്ണിൽ കാണരുത്. അടുത്തത്, നിങ്ങൾ മാനുഷിക പെർസ്പെക്റ്റീവിലും ക്രിസ്തുവിനെ കാണരുത്. മറിച്ച് ഇന്ന് രാത്രി എങ്ങനെ ക്രിസ്തുവിനെ അറിയണം, അതാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. സാക്ഷാൽ ഈ ലോകത്തിന് ലഭിക്കപ്പെട്ട ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് ഈ ക്രിസ്തുവിനെ കാണാൻ കഴിഞ്ഞാൽ അത് വെറും ഒരു ദാനമല്ല, നിങ്ങളുടെ അന്തരാത്മാവിനെ മാറ്റിമറിക്കുന്ന ഒരു പരിവർത്തനത്തിന്റെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയും. ഈ ലോകത്തിന് ലഭിക്കപ്പെട്ട ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് ക്രിസ്തുവിനെ തിരിച്ചറിയണം. ആ ഗിഫ്റ്റ് ഇന്ന് രാത്രി ദേശത്തിന് ഞങ്ങൾ കൈമാറുക. ഈ ശമരിയക്കാരി സ്ത്രീയോട് കർത്താവ് പറഞ്ഞൊരു പദപ്രയോഗമുണ്ട്, നീ ദൈവത്തിന്റെ ദാനം. മലയാളത്തിനകത്ത് വായിക്കുമ്പോൾ അങ്ങനെ, നീ ദൈവത്തിന്റെ ദാനമെന്നാ.
പക്ഷെ അതിന്റെ ആംഗ്ല ഭാഷ അങ്ങനല്ല. യു മസ്റ്റ് ന്യൂ ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. നീ ദൈവത്തിന്റെ ദാനത്തെ തിരിച്ചറിയണം. നീ ദൈവത്തിന്റെ ദാനമെന്നല്ല പറഞ്ഞത്, നീ ദൈവത്തിന്റെ ദാനത്തെ തിരിച്ചറിയണം എന്ന് പറഞ്ഞാൽ അവളോട് പറഞ്ഞത്, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാനാണ് യഥാർത്ഥത്തിൽ ലോകത്തിന് നൽകപ്പെട്ട ദൈവത്തിന്റെ ദാനം. ഇന്ന് രാത്രി ഈ ചെമ്പേരി ദേശത്തോട് ഞങ്ങൾക്ക് വിളംബരം ചെയ്യാനുള്ളത്, ജീവിതത്തിനകത്ത് പരിവർത്തനം വരണമെങ്കിൽ സാക്ഷാൽ ഈ ലോകത്തിന് നൽകപ്പെട്ട ഏറ്റവും വലിയ ദാനമായ ക്രിസ്തുവിനെ തിരിച്ചറിയണം. ഈ സമൂഹത്തിന് പരിവർത്തനം വരണമെങ്കിൽ, സമൂഹത്തിന് രൂപാന്തരം വരണമെങ്കിൽ, ഈ ദേശത്തിന് മാറ്റം വരണമെങ്കിൽ തത്വജ്ഞാനം കൊണ്ട് കഴിയത്തില്ല, രാഷ്ട്രീയം കൊണ്ട് കഴിയത്തില്ല, ഇതിഹാസ ചരിത്രങ്ങൾ കൊണ്ട് കഴിയത്തില്ല. സമൂഹത്തിന് പരിവർത്തനം വരണമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഉയർത്തി പറയുന്നു, യേശു എന്ന ഏകദാനത്തെ, യേശു എന്ന പരിവർത്തനദാനത്തെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ദേശത്തിന് മാറ്റം വരത്തുള്ളൂ. അവളോട് പറഞ്ഞത്, ഇന്ന് നീ അനുഭവിക്കുന്ന മോറൽ സ്ട്രഗിളിനകത്ത് എന്തു തിരിച്ചറിയണം? ദൈവത്തിന്റെ ദാനമായ എന്നെ തിരിച്ചറിയണം. ഇന്ന് രാത്രി ആ ദാനത്തിന്റെ ബഹുവിധ പ്രത്യേകതകളിലേക്ക് ഞാൻ വരിക. എന്താണ് യേശു എന്ന ദാനത്തിന്റെ പ്രത്യേകത? ഒന്നാമത്തെ ദാനത്തിന്റെ പ്രത്യേകത പറയാം, ഇത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ദാനമാ. ഇത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ദാനമാ. അത് അങ്ങ് സ്വർഗം മുതൽ ഇങ്ങ് ഭൂമി വരെ നോക്കിയാൽ മാനവകുലത്തെ ഇത്രയും അത്ഭുതപ്പെടുത്തിയ മറ്റൊരു ദാനത്തെ നമുക്ക് കാണാൻ കഴിയത്തില്ല. എന്താ ഈ ദാനത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത? അങ്ങ് സ്വർഗം തുടങ്ങി ചിന്തിച്ചു വരണം. അങ്ങ് ദൂതന്മാർ പോലും അത്ഭുതപ്പെട്ടൊരു ദാനമാ. ദൂതന്മാർ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന ആർത്തുപാടുന്ന കർത്താവ് ഇന്ന് ഒരു സ്ത്രീയുടെ ഉദരത്തിനകത്ത് വളർന്ന് മാനവകുലത്തെ സ്നേഹിച്ച സ്നേഹം കണ്ടപ്പോൾ സാക്ഷാൽ ദൂതന്മാർ പോലും അമ്പരന്ന് കാണും. കാരണം ഇത്രയും മനുഷ്യനെ സ്നേഹിച്ച ഒരു വലിയ സ്നേഹം, അത് ദൂതന്മാരെ അമ്പരപ്പെടുത്തിയ ദാനമാണ് ക്രിസ്തു. അവിടെ കൊണ്ട് തീർന്നില്ല. ഈ വൈജ്ഞാനിക ലോകത്തിന് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മുമ്പേ ദേവദാസൻ പറഞ്ഞു, യഹൂദ മതസാനികൾക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പൗലോസ് എഴുതി വെച്ചത്, അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അപ്പൊ വൈജ്ഞാനിക ലോകത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, വിദ്യാഭ്യാസ ലോകത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, മതലോകത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവിടെയാണ് ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരു കാര്യം ഉറപ്പോടെ പങ്കുവെക്കാൻ, അവിടെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയ ഒരു കൂട്ടമുണ്ടെങ്കിൽ ഇന്ന് രാത്രി എന്നെയും നിങ്ങളെയുമാ. കാരണം യോഹന്നാൻ എഴുതി വെച്ചൊരു എഴുത്തുണ്ട്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന ഗുണം ലഭിച്ചവർ ഇന്ന് രാത്രി നമ്മൾ അവനെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം തന്നെങ്കിൽ, സ്വർഗത്തിലൊരു അപ്പനെ ഏകാധിപതിയായിട്ടല്ല അപ്പ എന്ന് വിളിക്കാൻ അകത്ത് അവസരം ലഭിച്ചത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ ഈ ഗ്രൗണ്ടിനകം തിരിപ്പുണ്ടെങ്കിൽ അവർ ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി പറയണം. സ്വർഗത്തിലൊരു പിതാവ്. അതുകൊണ്ട് ക്രിസ്ത്യാനിത്വം വിളംബരം ചെയ്ത് ഇന്ന് രാത്രി ഒരു ഏകാധിപതിയല്ല, ഒരു പിതാവിനെയാണ്. ഏത് സംഘർഷങ്ങളുടെ നടുവിലും മാർബോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു പിതാവുണ്ട്. ഏത് വേദനയുടെ നടുവിലും ഉദ്ധരിക്കാൻ കഴിയുന്ന ഒരു പിതാവുണ്ട്. ഏത് നേരത്തും ഓടി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് മറുപടി തരുന്ന ഒരു അപ്പനുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ സകലത്തിനകത്തും വിമോചനം വരുത്താൻ കഴിയുന്ന ഒരു വിമോചകനുണ്ട്. അധികാരത്തോടെ പ്രശ്നങ്ങളെ, പ്രതിസന്ധികൾക്ക് അകത്തുനിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വ്യക്തിവിശേഷമുണ്ട്. ചില നാളുകൾക്ക് പുറകിൽ ഞാൻ ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വവുമായി പരിചയപ്പെട്ടു. അദ്ദേഹത്തെ ഞാൻ സന്ധിക്കുന്നത് കാനഡയിൽ വെച്ചാണ്. ഇതുപോലെ ഒരു യോഗത്തിനകത്ത്, ഒരു ഇന്നർ യോഗത്തിനകത്ത് പങ്കെടുത്തതിനന്തരം ഈ ചെറുപ്പക്കാരൻ എന്റെ അടുക്കൽ ഓടി വന്നു. ഒരു 40 വയസ്സ് തനിക്കുണ്ട്. താൻ എന്നോട് പറഞ്ഞൊരു പദമുണ്ട്, കേരളത്തിൽ അറിയപ്പെടുന്ന 3 ചലച്ചിത്രത്തിന് തിരക്കഥ എഴുതിയൊരു മനുഷ്യനായി ചെറുപ്പക്കാരൻ. 3 ചലച്ചിത്രത്തിന് തിരക്കഥ എഴുതിയൊരു മനുഷ്യനാണ്. എന്നാൽ അവസാനം ലഹരിക്ക് അടിമപ്പെട്ട് തന്റെ കരിയർ തകർന്നു. താൻ ഫീൽഡ് ഔട്ടായി പോയി. അവസാനം ജീവിതം ഒടുക്കാൻ വേണ്ടി ചിന്തിച്ച് ഓടി നടക്കുന്ന കാലഘട്ടത്തിൽ എപ്പോഴോ എങ്ങനോ രക്ഷപ്പെട്ട് കാനഡയിൽ എത്തിയത്. തന്റെ ഭാര്യയ്ക്ക് എവിടേക്ക് ഒരു ഓപ്പണിംഗ് വന്നു. അങ്ങനെ ഈ മനുഷ്യനും അതിനോടൊപ്പം അവിടെ പോയി കുറെ നാളൊക്കെ നന്നായിട്ട് ജീവിച്ചു. അതിനുശേഷം പിന്നെയും ജീവിതം തകർത്തെറിയപ്പെട്ടു പോയി. അവസാനം ആത്മഹത്യക്ക് വേണ്ടി താൻ ഒടുങ്ങിയിരിക്കുന്ന ഏതോ ഒരു സമയത്ത് ആരോ പിടിച്ചു കൊണ്ടുവന്നതാണ് അന്ന് രാത്രി ആ യോഗത്തിനകത്ത്. ഈ ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എനിക്ക് ഈ പൊസിഷൻ ഉണ്ടായിരുന്നു, എനിക്ക് പണമുണ്ടായിരുന്നു, എനിക്ക് വിലയുണ്ടായിരുന്നു, എന്റെ പടം ഹിറ്റായിരുന്നു, പക്ഷേ എന്റെ ജീവിതം ഉടയപ്പെട്ടു. Can I have any hope in Jesus? യേശുവിൽ എനിക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? കാരണം താനത് പരിഗണിച്ചതെന്ന് പറഞ്ഞാൽ അവസാനത്തെ പിടിവള്ളിയാട്ടെ എല്ലാം പോയി, എല്ലായിടത്തും പോയി തപ്പി. എന്ന പിന്നെ ഇതിനകത്ത് രക്ഷയുണ്ടെങ്കിൽ അവസാനത്തെ ആത്മഹത്യക്ക് മുമ്പ് അവസാനത്തെ ഒരു പിടിവള്ളിയായിട്ട് Can I have any hope in Jesus? യേശുവിൽ എനിക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഞാൻ പറഞ്ഞു, not any hope.
but you have one hope in Christ. ക്രിസ്തുവിൽ നിനക്കൊരു ഏക പ്രത്യാശയുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ എത്ര വലിയ പ്രതിസന്ധികൾക്കകത്തുനിന്നും നിന്നെ വാരി പുണരാൻ കഴിയുന്ന യേശുവിന്റെ കരമുണ്ട്. അന്ന് രാത്രി അവൻ അലമുറയിട്ട് കരഞ്ഞ് യേശുവിന് മുമ്പാകെ തന്റെ ഹൃദയം സമർപ്പിച്ചു. ഞങ്ങൾ ഒന്നിച്ച് ആ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ ജീവൻ ഒടുക്കിയിട്ടില്ല. പണ്ടത്തെക്കാൾ അഭിമാനത്തോടെ ഇന്നവൻ ആ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞത് അവന്റെ ചരിത്രത്തെ അത്ഭുതത്തോടെ പരിവർത്തനം വരുത്തി. 3 തിരക്കഥ എഴുത്തിയിട്ടും ജീവിതം തകർന്നു പോയ ഒരുത്തനെ ഒറ്റ നിമിഷം കൊണ്ട് പരിവർത്തനം വരുത്താൻ ഉലകത്തിൽ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ പറയും അത് അത്ഭുതദാനമായ ക്രിസ്തുവിന്റെ പാതാരബന്ധത്തിൽ വന്നാൽ സകല അടിമത്തങ്ങളെയും ആസക്തികളെയും അടിവേരുകളെ അറുത്തുമാറ്റി ഇന്ന് രാത്രി വിമോചനം വരുത്താൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന് കഴിയുമെന്ന് ഈ ദേശത്തോട് പങ്കുവെക്കുമ്പോൾ അനുഭവിച്ചിട്ടുള്ളവർ ഈ ഗ്രൗണ്ടിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവർ ഒന്നിച്ച ദൈവത്തിന്റെ ധൈര്യത്തോടെ നന്ദി പറയണം. വിമോചിക്കാൻ കഴിയുന്ന യേശുവിന്റെ നാമത്തിന്റെ ശക്തി. ഇന്നും അധികാരമുണ്ടെന്ന്, ഇന്നും പവർ ഉണ്ടെന്ന് ഞങ്ങൾ ഈ പങ്കുവെക്കുന്നത് പറഞ്ഞാൽ എപ്പോഴെങ്കിലും നടന്ന സംഭവങ്ങളല്ല, ഇന്നും അധികാരത്തോടെ നടക്കുന്ന സംഭവങ്ങളാണ്. ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് പുറകിൽ തിരുവല്ല പട്ടണത്തിന്റെ ഹൃദയഭാഗത്തുള്ള തീപ്പേരി കോളനി എന്ന് പറഞ്ഞൊരു കോളനിയുണ്ട്. ഗുണ്ട സംഘങ്ങൾ ഒരു കാലത്തുണ്ടായിരുന്ന ഒരു കോളനിയാണ്. ഈ കോളനിയുടെ ഹൃദയഭാഗത്ത് ഒരു സുവിശേഷ യോഗം സംഘടിപ്പിച്ചു. അന്ന് രാത്രി ചിലരൊക്കെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. ആ യോഗമൊക്കെ കഴിഞ്ഞു, എല്ലാവരും വീട്ടിൽ പോയി. പിറ്റേ ദിവസം രാവിലെ സംഘാടകന്റെ അടുക്കൽ 2 വീടിനപ്പുറത്തുനിന്ന് ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നു. ഈ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ രാത്രി ജീവിതം തീർക്കാൻ ആഗ്രഹിച്ച മനുഷ്യനാ, കഴിഞ്ഞ രാത്രി ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനാ. ആ ഈ ഗ്രൗണ്ടിനകത്ത് പോലും അവരില്ലായിരുന്നു. പക്ഷെ ഈ യോഗമൊക്കെ കഴിഞ്ഞിട്ട് ജീവിതം തീർക്കാനിരുന്ന മനുഷ്യനെ അന്ന് രാത്രി യേശുവിന്റെ കരം തൊട്ടു. ഇവിടെ നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഗ്രൗണ്ടിനകത്ത് ഇവൻ മുട്ടുമടക്കി ആലമുറയിട്ട് കരഞ്ഞ് തന്റെ ഹൃദയത്തെ ക്രിസ്തുവിന് വേണ്ടി കൊടുത്തു. യേശുവിന് വേണ്ടി അവൻ സമർപ്പിച്ചു. അടുത്ത ദിവസം അവിടെ വന്നത്, ഇനി ജീവിക്കുന്നെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന്. ജീവിതത്തിനകത്ത് വലിയ പ്രതിസന്ധിയുണ്ട്, ജീവിതത്തിനകത്ത് വലിയ ഭാരമുണ്ട്. പക്ഷേ അന്തരാത്മാവിനകത്ത് പരിവർത്തനം വരുത്താൻ കഴിയുന്ന യേശുവിന്റെ നാമത്തിന്റെ ശക്തി. ഈ ചെമ്പേരി ദേശത്ത് ഏതെങ്കിലുമൊക്കെ കോണുകളിൽ ഞങ്ങളെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ജീവിതം മടുത്തുപോയെങ്കിൽ, ജീവിതം തകർന്നു പോയെങ്കിൽ, അഭിമാനത്തോടെ ഇന്ന് രാത്രി പറയുന്നു, യേശുവിന് നിങ്ങളെ തൊടാൻ കഴിയും. യേശുവിന് നിങ്ങളുടെ ചരിത്രങ്ങളെ മാറ്റാൻ കഴിയും. യേശുവിന് നിങ്ങളുടെ ജീവിതത്തിന്റെ സകല അവസ്ഥകൾക്കും പരിവർത്തനം വരുത്താൻ കഴിയും. ആത്മഹത്യക്ക് ഉപയോഗിക്കുന്നതിന്റെ 10-1 തന്റെ ഇടം ഇന്ന് രാത്രി കാണിക്കാൻ മനസ്സുണ്ടെങ്കിൽ, അല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന കുറുക്കു വഴികളുടെ 10-1 ധൈര്യം ഇന്ന് രാത്രി കാണിക്കാൻ തയ്യാറായാൽ ഇവിടെ തൊട്ട് ചരിത്രം മാറും. ഇന്ന് രാത്രി തൊട്ട് ആർക്കും തൊടാൻ കഴിയാത്ത നിങ്ങളുടെ ജീവിതത്തെ തൊടാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് കഴിയും. ഇത് അത്ഭുതപ്പെടുത്തുന്ന ദാനമാ, ഇത് പരിവർത്തനം വരുത്തുന്ന ദാനമാ. മക്കൾ എന്ന നിലയിൽ എന്നെ വാരിപ്പുണർന്ന് ഒരു പുതു വ്യവസ്ഥിതി എന്റെ അകത്ത് തരാൻ കഴിയുന്ന അത്ഭുതപ്പെടുത്തുന്ന ദാനമാണെന്ന് സ്നേഹ യേശുവിന്റെ നാമം. അവിടെ കൊണ്ട് തീരുന്നില്ല. രാത്രി ആ ദാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയാം. ഇത് താഴ്മ എന്തെന്ന്, ഹ്യൂമിലിറ്റി എന്തെന്ന് എന്നെ പഠിപ്പിച്ച ദാനമാണിത്. താഴ്മയുടെ താലത്തിൽ എനിക്ക് കിട്ടിയ ദാനമാണ്. ഈ ഭൂമി ഇന്ന് അഹങ്കാരത്തിന്റെ ലോക, ഇന്ന് അതിക്രമത്തിന്റെ ലോക. മനുഷ്യനെ ഏറ്റവും അധികം കുറഞ്ഞത് എന്തിന്, പ്രത്യേകിച്ച് സ്ഥാനത്തിന്, മാനത്തിന്, ധനത്തിന്, ധനാധിപത്യത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ലോകമാണ്. അതിനാരെയും കൊല്ലാൻ മടിയില്ലാത്ത, ആരെയും തകർക്കാൻ മടിയില്ലാത്ത, സിംഹാസനത്തിന് വേണ്ടി ആരെയും ഇകഴ്ത്താൻ മടിയില്ലാത്ത ഒരു വല്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിന്റെ നടുക്കിൽ ലോകത്തിനൊരു മാതൃകയുടെ വെളിച്ചം കണ്ടെത്താൻ കഴിയുമെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുന്ന ഒറ്റയൊരാളേ ഉള്ളൂ. ഇന്ന് രാത്രി സകല മഹിമകളും വിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് തന്നെത്താൻ മനുഷ്യർക്ക് വെളിപ്പെടുത്തിയ ഏകദാനമായ ക്രിസ്തുവിന് മാത്രമേ താഴ്മ എന്നത് കാണിക്കാൻ കഴിയത്തുള്ളൂ. ഈ കൺവെൻഷൻ കേൾക്കാത്തൊരു കാര്യമുണ്ട്, മിക്ക കൺവെൻഷനും കേൾക്കുന്ന കാര്യമാണ്. മുമ്പിലുള്ള കസേരകൾ വെറുതെ ഇടാതെ പുറകിരിക്കുന്നവരൊക്കെ എന്ത് ചെയ്യണം? മുമ്പിലോട്ട് കയറിയിരിക്കണം. ഞാൻ മിക്കയിടത്തും കണ്ടൊരു കാര്യം, ആരും കയറത്തില്ല. അവസാനം 1ാം പ്രാവശ്യം പറഞ്ഞ് 2ാം പ്രാവശ്യമൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് പതുക്കെ എന്ത് ചെയ്യുന്നേ, പുറകിന് അതും കുറച്ചു പേര്, ഒരു 10% പേര് മുമ്പിലോട്ട് കയറിയിരിക്കും. അവസാനം ദയവായി പുറകിൽ ആൾക്കാർ നിൽപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കുറച്ചു പേരൂടെ കയറും. എന്നാൽ മജോറിറ്റി 60% കയറത്തില്ല, 60% കയറത്തില്ല. ഫിക്സഡ് സീറ്റാ. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉറച്ചു. പിന്നെ ഒരിക്കലും ആ 3 മണിക്കൂർ കഴിക്കാതെ പിന്നെ ഞാൻ അവിടുന്ന് ചലിക്കത്തില്ല. പരസ്യവേദിയാണ് അത്രയും പറഞ്ഞ് ഞാൻ അവിടെ നിർത്തുക. അപ്പം നമ്മൾ തൊട്ട് മുമ്പിലെ സീറ്റായിട്ട് നമ്മൾ കയറത്തില്ല. മുമ്പിൽ സീറ്റുണ്ട്, നല്ല സീറ്റാണ്, പക്ഷെ കയറില്ല. ഞാൻ ഇരിക്കുന്നിടത്തുനിന്ന് തൊട്ട് മുമ്പിലോട്ട് കയറിയാൽ എന്തോ നഷ്ടപ്പെട്ടു പോകുമെന്ന് എന്റെ അകത്തുള്ള ചെറിയൊരു ഈഗോ, ജസ്റ്റ് അൻ ഈഗോ, അതൊരു ഈഗോ മാത്രം, ഒന്നും വരത്തില്ല. ഞാൻ മുമ്പിൽ കയറി എനിക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ എന്റെ ഈഗോ എന്നെ തൊട്ട് മുമ്പിൽ കയറാൻ അനുവദിക്കത്തില്ല.
എന്നാൽ ആ ഇരിക്കുന്ന ഇടത്തു നിന്ന് രാത്രി ഒന്ന് ചിന്തിക്കണം, എന്റെ കർത്താവ് ഇതുപോലെ ആ സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ വരാതിരുന്നെങ്കിൽ ഇന്ന് രാത്രി എന്റെ ചരിത്രം ഇതാകുമായിരുന്നില്ല, മറ്റൊന്നായി മാറിയനെ. എന്നാൽ അവിടുന്ന് സ്വർഗ മഹിമകളെ വിട്ട് പൗലോസിന്റെ സുന്ദര ഭാഷയിൽ ഇന്ന് രാത്രി വിളംബരം ചെയ്യാം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ ഒഴിഞ്ഞു ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി അവിടുന്ന് ഈ ഭൂമിയിലേക്ക് അവതരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് ആ തേജസ്സിന്റെ സിംഹാസനം ഒഴിച്ച് ഈ ഭൂമിയിലേക്ക് വന്നതാണ് ഇന്ന് രാത്രി എന്റെ അഭിമാനമെന്ന്, എന്റെ പരിവർത്തനമെങ്കിൽ ഇതിനേക്കാൾ വലിയ താഴ്മ കാണാൻ പറ്റുന്ന ലോകത്തിൽ ഒരിടം വേറെ ഉണ്ടോ? താഴ്മ എന്തെന്ന് കാണണമെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ കാണിക്കാം, ക്രിസ്തുവിൽ കാണാൻ കഴിയും. അടുത്തത് തീർന്നില്ലല്ലോ. ഇന്ന് പാട്ട് പാടുന്ന പ്രിയ സഹോദരങ്ങളോട് പാടുന്നൊരു പാട്ടുണ്ട്, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ. പട്ടിനുള്ള മൂലവസ്തു അവിടുന്ന് സൃഷ്ടി ചെയ്തത്, പട്ടുനൂൽപ്പുഴുവിനെ അവിടുന്ന് നിർമ്മിച്ചത്, അതിനകത്തുനിന്ന് നെയ്തെടുക്കുന്ന പട്ടുവസ്ത്രങ്ങൾ, ഇത് മനോഹരമായി പണിതെടുക്കുന്ന ഈ പട്ടുവസ്ത്രങ്ങൾ, ഈ വസ്ത്രങ്ങൾ പ്രസിദ്ധമായ ഒരു നാട്ടിലെ കർത്താവ് ജനിച്ചത്. പ്രസിദ്ധമായ നാട്ടില പേർഷ്യൻ പട്ട് പ്രസിദ്ധമാണ്, ബാബിലോണ്യ പട്ടുകൾ പ്രസിദ്ധമാണ്, ഈജിപ്ഷ്യൻ പട്ടുകൾ പ്രസിദ്ധമാണ്. ഈ പ്രസിദ്ധമായതിന്റെ സറൗണ്ടിങ്ങിൽ മനോഹര പട്ടുവസ്ത്രമുള്ള നാട്ടിലായി എന്റെ കർത്താവ് ജനിച്ചത്. എന്നാൽ അവിടുന്ന് പിറന്ന കുടുംബത്തിന്റെ പട്ടുവസ്ത്രം പോയിട്ട് അല്പമായിട്ടുള്ള സാധാരണ ലിനനപ്പുറത്തേക്ക് അവർക്കൊന്നും കൊടുക്കാൻ ശേഷിയില്ല. അതുകൊണ്ട് എഴുതി വെച്ചത് അവനെ ശീലയിൽ പൊതിഞ്ഞ്, അവനെ ശീലയിൽ പൊതിഞ്ഞ്. ഇറ്റ്സ് നോട്ട് എ കോസ്റ്റ്ലി ലിനൻ ബട്ട് ഇറ്റ്സ് എ കോമൺ ലിനൻ. ഒരു സാധാരണ തുണിക്കകത്ത് എന്തിന് ആരെയാ പൊതിഞ്ഞത്? സകലവും നിർമ്മിച്ച സകലത്തിന്റെയും കാരണഭൂതനായ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പം ഈ ലോകം മുഴുവൻ ഉണ്ടായ ഇവിടെയുള്ള സൃഷ്ടിജാലങ്ങൾ, താരജാലങ്ങൾ, വർണ്ണാഭമായ സകലതും, ആഴിക്കകത്തൂളയിട്ട് നടക്കുന്ന വർണ്ണ മത്സ്യങ്ങൾ, ആകാശത്ത് പറന്നു നടക്കുന്ന ഏറ്റവും മനോഹരമായ പറവജാതികളും, കാട്ടിനകത്തുള്ള മനോഹര മൃഗങ്ങളും സകലവും നിർമ്മിച്ച അത്യുന്നതനായ ദൈവത്തിന് കേവലം ഒരു കീറ്റുശീലക്കകത്ത് തന്നെത്താൻ ഒതുക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി അതിനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ, എന്നെയും നിങ്ങളെയും സ്നേഹിച്ച ദൈവത്തിന്റെ മഹാസ്നേഹം. അത്രയും താന്നിറങ്ങി വന്ന് നമ്മെ സ്നേഹിച്ചെങ്കിൽ ഇന്ന് രാത്രി എത്രയധികം ആ സ്നേഹത്തിന് നന്ദി പറയാൻ കഴിയും. താന്നിറങ്ങി വന്ന സ്നേഹം അവിടെ കൊണ്ട് തീർന്നില്ല. നമ്മളൊക്കെ ഒരു കുഞ്ഞു ജനിക്കുമ്പം നമ്മൾ നടത്തുന്ന ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. പണ്ടൊക്കെ വിളിച്ചു പറയുമായിരുന്നു, ഇന്ന് വിളിച്ചു പറയേണ്ടുന്ന ഒരു നമ്മുടെ ഫേസ്ബുക്കില് അല്ലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് എടുത്ത ഒറ്റ പോസ്റ്റ് മതി. ആ പോസ്റ്റിനകത്ത് ഇത്രേ പറയാറുള്ളൂ, ഗോഡ് ഹാസ് ബ്ലെസ്ഡ് എ ബേബി ഗേൾ ഓർ എ ബേബി ബോയ്. ഒരാൺകുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞിനെ ദൈവം എന്ത് ചെയ്തു? ദാനമായി തന്നു. കുറേയും കൂടെ സാഹിത്യ ഭാഷയൊക്കെ ഭാഷയുള്ളവർ പറയും, ദൈവം എനിക്കൊരു പ്രിൻസസിനെ തന്നു, ദൈവം എനിക്കൊരു അല്ലെങ്കിൽ ഒരു പ്രിൻസിനെ തന്നു, ഒരു ക്യൂനിനെ തന്നു, അങ്ങനെ വാക്കുകൾ, രാജകുമാരനെ തന്നു, രാജകുമാരിയെ തന്നു, അങ്ങനെ പലവിധ പദപ്രയോഗങ്ങൾ പറയും. പക്ഷെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരു കൊച്ചിനെ കിട്ടി, ഒരാൺകുഞ്ഞിനെ കിട്ടി, അല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞിനെ കിട്ടി. പക്ഷെ അവിടെ എങ്ങും നമ്മളാരും പറയാത്ത ഒരു പദപ്രയോഗമുണ്ട്, ഈ കുഞ്ഞിനെ എന്നെ പൊതിഞ്ഞു നിന്നു വരെ പറഞ്ഞിട്ടുണ്ടോ? അവനെ നീല തുണി പൊതിഞ്ഞ് പച്ച വിരി വിരിച്ച ബെഡിക്കിടത്തി എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? പറയില്ല, നമ്മൾ പറയില്ല. നമ്മുടെ ചരിത്രം മാത്രമല്ല, ആരുടെയും ചരിത്രത്തിനകത്ത് പൊതിഞ്ഞ വസ്ത്രം എന്തെന്ന് പറയത്തില്ല. പിന്നെ ചിലർക്കൊക്കെ ഇന്ന് ലൊക്കേഷൻ ടാഗ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഇന്ന ഹോസ്പിറ്റലാന്ന് ലൊക്കേഷൻ ടാഗ് ചെയ്ത് ചിലപ്പോൾ ഇട്ടേക്കും, പക്ഷെ അവിടെയും വസ്ത്രം ഏതാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ചരിത്രത്തിനകത്തൊന്നും പറയാത്തത് എന്റെ കർത്താവിന്റെ ചരിത്രത്തിനകത്ത് പറഞ്ഞു, തെറ്റിപ്പോയതല്ല. കാരണം തെറ്റിപ്പോയതല്ല, ബോധപൂർവം എഴുതി വെച്ചത്. അവനെ ശീലയിൽ പൊതിഞ്ഞ് പാശുത്തൊട്ടിയിൽ കിടത്തി. എന്തിനാ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്? എന്തിനാ അങ്ങനെ ഒരു പദപ്രയോഗം? ഇന്ന് രാത്രി ദേശം കേൾക്കണം, ആർക്കും ഒതുക്കാൻ കഴിയാത്ത അവിടുന്ന് ഈ കാലിത്തൊഴുത്തിനകത്ത്, കൈത്തുണിക്കകത്ത് തന്നെത്താൻ ഒതുങ്ങിയെങ്കിൽ അതൊരു ചരിത്രമാണ്. അതൊരു ചരിത്രമാ. ആകാശത്തിന് ഒതുക്കാൻ കഴിയാത്ത, ഭൂമിക്ക് ഒതുക്കാൻ കഴിയാത്ത, ചരിത്രത്തിന് ഒതുക്കാൻ കഴിയാത്ത, സീമകൾക്ക് ഒതുക്കാൻ കഴിയാത്ത, സംവിധാനങ്ങൾക്ക് ഒതുക്കാൻ കഴിയാത്ത, സാഹചര്യങ്ങൾക്ക് ഒതുക്കാൻ കഴിയാത്ത, പൊതുലോകത്തിന് ഒതുക്കാൻ കഴിയാത്ത, രാഷ്ട്രീയ ലോകത്തിന് ഒതുക്കാൻ കഴിയാത്ത, ജനലോകത്തിന് ഒതുക്കാൻ കഴിയാത്ത, ജനകീയ വിപ്ലവങ്ങൾക്ക് ഒതുക്കാൻ കഴിയാത്ത, സ്വർഗാതിസ്വർഗങ്ങൾക്ക്, ദൂതസഞ്ചയങ്ങൾക്ക് ഒതുക്കാൻ കഴിയാത്ത, കേവലം നിർമ്മിക്കപ്പെട്ട ഒരാലയത്തിനകത്ത് ഒതുക്കാൻ കഴിയാത്ത, നിർമ്മിതികൾക്ക് ഒതുക്കാൻ കഴിയാത്ത നിത്യനായ ദൈവം എന്നെ സ്നേഹിച്ച് രണ്ട് കൈക്കകത്തൊതുങ്ങുന്ന ഒരു കീറ്റുശീലയോളം തന്നെത്താൻ ഒതുങ്ങി ഒരു കാലിത്തൊഴുത്തിന്റെ പരിമിതിക്കകത്തേക്ക് ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ മഹാസ്നേഹമാണെന്ന് അത് അനുഭവിച്ചിട്ടുള്ളവർ ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവർ ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറയണം, എന്നെ സ്നേഹിച്ച ദൈവത്തിന്റെ മഹാസ്നേഹം. ഇതല്ലേ ട്രൂ ലവ് എന്ന് പറയുന്നത്.
ഇതല്ലേ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്? എന്നെ സ്നേഹിച്ച ദൈവത്തിന്റെ ആ മഹാസ്നേഹം ഇതല്ലേ? എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവ സ്നേഹത്തിന്റെ വലിപ്പവും വൈഭവവും ഇതല്ലേ? അവിടുന്ന് എന്നെ സ്നേഹിച്ച് താമ ഭൂമിയിലേക്ക് വന്നു. അവിടുന്ന് ലോകത്തിലേക്ക് പരിമിതപ്പെടുത്തി, ടൈമിലേക്ക് പരിമിതപ്പെടുത്തി, കറപ്റ്റഡ് വേൾഡിലേക്ക് തന്നെത്താൻ പരിമിതപ്പെടുത്തി. ഇത്രയും പരിമിതപ്പെടുത്തി ഇറങ്ങി വന്നത് ഒറ്റ കാരണം, ദേശമേ എനിക്കും നിങ്ങൾക്കും വേണ്ടിയാ. കാണാൻ കഴിയുമോ ഇങ്ങനൊരു വിശേഷത്തെ? കാണാൻ കഴിയുമോ ഇങ്ങനൊരു വ്യക്തിവിശേഷത്തെ? കാണാൻ കഴിയുമോ ഇങ്ങനൊരു പ്രതിഭാസത്തെ കാണാൻ കഴിയുമോ? ഇല്ല, ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരാളില്ല. അപ്പോൾ അവിടുത്തെ താഴ്മ വെളിപ്പെടുത്തുന്ന മഹാദാനമാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞ ദാനം. തീർന്നിട്ടില്ല. അടുത്തത് മൂന്നാമത്തെ പ്രത്യേകത, ഇത് നമുക്ക് കിട്ടിയത് വി ആർ നോട്ട് അറ്റ് ഓൾ വർത്തി ഓഫ് ദാറ്റ്. അർഹതയില്ലാതിരുന്ന സ്ഥാനത്ത് നമുക്ക് കിട്ടിയ ദാനമായി യേശു ക്രിസ്തു എന്ന് പറഞ്ഞ ദാനം. മാനവകുലത്തിന് ഈ ദൈവം താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആ മനുഷ്യർക്ക് വേണ്ടി മരിക്കുക എന്ന അവസ്ഥക്കകത്ത് അവർക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അവർക്ക് എന്ത് അർഹതയുള്ളത്? അവർക്ക് പറയാൻ ഒരർഹതയുമില്ല. പക്ഷേ ആ മാനവകുലത്തിന് ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ ദാനമാണ് ഇന്ന് രാത്രി ക്രിസ്തു എന്ന് പറയുന്നത്. അർഹതയില്ലാതിരുന്ന സ്ഥാനത്ത് നമുക്ക് കിട്ടപ്പെട്ട മഹാദാനമാണ് ക്രിസ്തു. എന്ത് അർഹതയുള്ളത്? എന്ത് മാന്യതയെ മനുഷ്യരുള്ളത്? ഒന്നും പറയാനില്ല. പക്ഷെ അർഹതയില്ലാതിരുന്ന സമയത്ത് നമുക്ക് കിട്ടിയ മഹാദാനമാണ് ക്രിസ്തു. നിങ്ങൾ വണ്ടി വിട്ട് കഴിഞ്ഞിട്ട് എന്നെ നോക്കത്തുള്ളതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വണ്ടി പോകാൻ അങ്ങ് വെയിറ്റ് ചെയ്തത്. അപ്പം മാനവകുലത്തിന് ലഭിക്കപ്പെട്ട മഹാദാനമാണ് ക്രിസ്തു. അപ്പം അത് അർഹതയില്ലാതിരുന്ന സ്ഥാനത്ത് നമുക്ക് കിട്ടിയതാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3 പ്രയോഗങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. 3 ബഹുവിധ പ്രയോഗങ്ങൾ. ഒന്ന്, ക്രിസ്തു എന്ന ദാനം നമുക്ക് കിട്ടിയത് എങ്ങനെയാ? ക്രിസ്തു പോന്ന പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ അവിടുത്തേക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ക്രിസ്തു നമുക്ക് കിട്ടിയപ്പോൾ നാം ആരായിരുന്നു? നമ്മൾ യോഗ്യതയുള്ളവരല്ല, നാം പാപികളായിരിക്കുമ്പോഴാ ക്രിസ്തുവിനെ നമുക്ക് കിട്ടിയത്. ഇന്ന് രാത്രി എല്ലാം നേടിയിട്ട് വിശുദ്ധനായിട്ട് ക്രിസ്തുവിനെ കിട്ടിയതല്ല, പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കപ്പെട്ട നമ്മെ സ്നേഹിച്ച സ്നേഹമാണ് ആ ദൈവത്തിന്റെ സ്നേഹം. അപ്പൊ ഈ ദാനം ലഭിക്കപ്പെട്ടത് പാപിയായിരിക്കുമ്പോഴാണ്. അടുത്ത പദപ്രയോഗം, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ. അപ്പൊ ക്രിസ്തുവിനെ നമുക്ക് കിട്ടിയത് ഒന്ന്, നാം പാപിയായിരിക്കുമ്പോൾ; 2, നാം ശത്രുവായിരിക്കുമ്പോൾ തന്നെ, ദൈവത്തിന് വിരോധമായി നാം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കപ്പെട്ട ദാനമാണ് ക്രിസ്തു എന്ന് പറഞ്ഞ ദാനം. അവിടെ കൊണ്ട് തീർന്നില്ല. നാം അഭക്തനായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് നമുക്ക് വേണ്ടി മരിക്കാനിടയായി. അപ്പൊ ശത്രുവായിരിക്കുമ്പോൾ മരിച്ചു, പാപിയായിരിക്കുമ്പോൾ മരിച്ചു, അഭക്തനായിരിക്കുമ്പോൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് യോഗ്യതയുടെ കണിക 1% പോലും പറയാനില്ലെങ്കിലും ഇന്ന് രാത്രി അതൊന്നും ഒരു മാനദണ്ഡമാക്കത്തില്ല. നിങ്ങളുടെ കുടുംബമോ കുലമോ പശ്ചാത്തലമോ നിങ്ങളുടെ അവസ്ഥകളോ ഒന്നും ഒരു വിഷയമല്ല. മറിച്ച് ഇതിനെയൊക്കെ കവിഞ്ഞാണ് നിങ്ങളെ സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹം, നിങ്ങളെ കരുതിയ ദൈവത്തിന്റെ കരുതൽ. നിങ്ങൾ സ്ത്രീയാണെന്നതിന്റെ പേരിൽ മാറ്റി നിർത്തത്തില്ല, നിങ്ങൾ പുരുഷനാണെന്ന പേരിൽ മാറ്റി നിർത്തത്തില്ല, നിങ്ങളുടെ പ്രായം ഇന്നതിനും ഇടയ്ക്കാണെന്നതിന്റെ പേരിൽ മാറ്റി നിർത്തത്തില്ല, നിങ്ങളെ അവർണനെന്നും സവർണനെന്ന് പറഞ്ഞ് മാറ്റി നിർത്തത്തില്ല, കുലവും ജാതിയും പറഞ്ഞ് മാറ്റി നിർത്തത്തില്ല. ഇതൊന്നും പറഞ്ഞ് മാറ്റി നിർത്താത്ത ഒരു വിപ്ലവമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിലൂടെയുള്ളതാ. കണ്ണൂർ ജില്ലക്കകത്ത് ഉപ്പെന്ന് പറഞ്ഞൊരു പദം ചോദിച്ചതിന് പേരിൽ ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്ന നാടാണെന്നറിയാമോ? ഉപ്പെന്ന് പറഞ്ഞൊരു പദം ചോദിച്ചതിന് പേര് കടയിൽ ചെന്ന് ഒരു താന്ന ജാതിയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരന് ഉപ്പെന്ന് പറഞ്ഞൊരു പദം ചോദിച്ചതിന് പേരിൽ ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നിട്ടുണ്ട്. അറിയാമോ? അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷെ ഈ നാട് മാറ്റം വന്നതെന്നറിയോ? ഈ നാട്ടിൽ വന്ന യേശുവിന്റെ സന്ദേശമാ ശരിക്കും ഈ നാടിനെ മാറ്റിമറിച്ചത്, ഈ ദേശത്തെ മാറ്റിമറിച്ചത് യേശു ക്രിസ്തുവിനോടുള്ള വിപ്ലവമാ. ഇവിടെ വന്ന ജെസ്യൂട്ട് മിഷണറിമാർ, ഇവിടെ വന്ന ഫ്രാൻസിക്കൻ മിഷണറിമാർ, ഇവിടെ വന്ന CMS പ്രസ്ഥാനങ്ങൾ, ഇവിടെ വന്ന അതുപോലെ തന്നെയുള്ള ബാസൽ മിഷന്റെ മിഷണറി പ്രവർത്തനങ്ങൾ, ഇവരൊക്കെയാണ് ഈ നാടിനെ മാറ്റിമറിക്കാൻ ഈ നാടിന് ഉജ്ജ്വലമായി പ്രവർത്തിച്ചത്. തലശ്ശേരിയൊക്കെ അതിന്റെ ഉജ്ജ്വല ഉദാഹരണങ്ങളാണ്. ആ മണ്ണിനൊക്കെ പരിവർത്തനം വരുത്തിയത് ഈ നാട്ടിൽ വന്ന ക്രിസ്തുവിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചവരാണെങ്കിൽ, ജാതി നോക്കാതെ മതം നോക്കാതെ എല്ലാവരെയും മാർവോട് ചേർത്ത് പിടിക്കുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് നമ്മൾ ഉയർത്തുന്ന യേശു ക്രിസ്തുവിന്റെ സന്ദേശമെന്ന് അന്തരാത്മാവിൽ ബോധ്യമുള്ളവർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി പറയണം. യേശുവിന്റെ സന്ദേശമാ ഈ നാടിന്റെ മാറ്റം. നമ്മുടെ നാട്ടിൽ എന്താ അധപ്പതനായിരുന്നറിയോ?
നിങ്ങൾക്ക് ഒന്ന് രണ്ട് പുസ്തകമൊക്കെ ഞാൻ പറഞ്ഞുവിടാം. കേരള സാഹിത്യ അക്കാദമി പബ്ലിഷ് ചെയ്ത 18ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. കാരണം ഇത്രയും വലിപ്പത്തിലുള്ള ഒരു പുസ്തകം. ഇതിനകത്തൊക്കെ നോക്കണം, എന്ത് അധപ്പതനമായിരുന്നു 18ാം നൂറ്റാണ്ടിൽ ഈ നാട്ടിൽ നിന്നറിയോ? എന്ത് അധപ്പതനായിരുന്നു. എല്ലാ മനുഷ്യർക്കും തെരുവിലൂടെ നടക്കാൻ കഴിയത്തില്ല, എല്ലാവർക്കും വിവാഹം ഒരുപോലെ നടത്താൻ കഴിയത്തില്ല. ഈ നാടിനെ തകർത്തിറങ്ങിയ എത്രയൊക്കെ വ്യവസ്ഥകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ കൊണ്ട് തീർന്നില്ല. നമ്മൾ ആ സാമുവൽ മീറ്റർ എന്ന് പറഞ്ഞൊരു ദേശം കാണാൻ വന്നൊരു ദേശാന്തരിയായ മനുഷ്യൻ, ഈ മനുഷ്യന് ഇതൊരു പുസ്തകമുണ്ട്, ഞാൻ കണ്ട കേരളം. ഈ ഞാൻ കണ്ട കേരളം എന്ന് പറഞ്ഞ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം. അതിനകത്ത് പറയുന്ന ആ പദപ്രയോഗങ്ങൾ ഈ മനുഷ്യൻ കണ്ട കാഴ്ചകൾ എഴുതി വെച്ചത് ഭീകരമാ കേട്ടോ, വല്ലാത്ത ഭീകരമാ. അതിനകത്ത് നരബലി എന്ന് പറഞ്ഞ ഒരു അധ്യായം തന്നെയുണ്ട്. നരബലി എന്ന് പറഞ്ഞൊരു അധ്യായം. അക്ഷരനഗരി നിന്നറിയപ്പെടുന്ന കോട്ടയത്ത് 1849 നരബലി നടന്നിട്ടുണ്ട്, കൊല്ലത്ത് നടന്നിട്ടുണ്ട്, ആലപ്പുഴയിൽ നടന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ മനുഷ്യൻ നേരിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഈ മനുഷ്യൻ എഴുതി വെച്ചു നരബലി നാട്ടിൽ നടന്നിട്ടുണ്ടെന്ന്. എന്റെ പ്രിയരെ, ഞാൻ പറഞ്ഞത് ഈ നാട് അത്ര ഭീകരമായിരുന്നു. ഇന്നും മോശമൊന്നുമല്ല. ഇന്നും അതുപോലെ എത്രയോ നരബലിയുടെ വാർത്തകൾ, മന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും അത്ര കെട്ട വാർത്തകൾക്ക് ഈ സമൂഹം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് പുറകിലല്ലേ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു ഇതിന്റെ കാര്യത്തിന് പേരിൽ ഒരു ചെറുപ്പക്കാരൻ അപ്പനെയും അമ്മയും ഉൾപ്പെടെ കൊന്നുതള്ളിയത്. ഈ അടുത്ത സമയത്ത് ഒരു 2 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞത് അതിന് പിന്നിൽ മന്ത്രവാദം അത് കേട്ടില്ലേ? 2022 പത്തനംതിട്ടയുടെ ഇലന്തൂർ എന്ന് പറയുന്ന ഒരു സമയത്ത് 2 പെൺകുട്ടികളെ അവരെ ജീവനോടെ നരബലിക്കിരയാക്കിയത്. ഞാൻ പറഞ്ഞത് ഈ നാടിന് ഇപ്പോഴും പല മേഖലയിൽ മാറ്റം വന്നിട്ടില്ല. പക്ഷെ വല്ല മാറ്റവും വന്നിട്ടുണ്ടെങ്കിൽ അതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ളത് ഈ പുസ്തകമെടുത്ത മിഷണറിമാർ ഈ നാട്ടിൽ വന്ന് അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ, ഈ വചനത്തിന്റെ സന്ദേശം ഉയർത്തിപ്പറഞ്ഞത് ഈ നാടിന്റെ പരിവർത്തനമെന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഇന്ത്യയുടെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാത്ത ഒത്തിരി പദപ്രയോഗങ്ങളുണ്ട്. ഇവിടെ സതി നിർത്തിയത് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ച ഒറ്റപ്പേര് രാജാറാം മോഹൻ റോയുടെ പേരാ. പക്ഷെ ചരിത്രത്തിനകത്ത് ഒന്ന് ഉടയിട്ട് നോക്കിയാൽ അവിടെ ആദ്യമായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ഇങ്ങനൊരു ദുരാചാരത്തെ പറ്റി ചർച്ച ചെയ്തത് വില്യം കേറി എന്ന് പറയുന്ന ഒരു മിഷണറിയുടെ പ്രവർത്തനം ആദ്യമായിട്ട് ചർച്ച വിഷയമായി മാറിയത്. ഈ വില്യങ്കരി സാംബൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോൾ കൽക്കട്ടയുടെ ഒരു ഇടുങ്ങിയ സ്ഥലത്തൂടെ ഈ മനുഷ്യൻ പോവുക. വയോധികനായ ഒരു മനുഷ്യൻ മരിച്ചു. തനിക്ക് ബഹുഭാര്യമാരുണ്ട്, ആ പല പ്രായത്തിലുള്ള ഭാര്യമാർ. ഈ ഭാര്യമാർക്ക് പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ, 2, 8, 10, 15, 18 വയസ്സുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഈ അപ്പൻ മരിച്ചതിന് ചിതയുടെ പുറത്ത് ഈ പല പ്രായത്തിലുള്ള പെൺകുട്ടികളെ അതിന്റെ പുറത്തേക്ക് വെച്ച് ജീവനോടെ കത്തിക്കുക. വില്യങ്കരി തടയാൻ നോക്കി, അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അലറിക്കറിഞ്ഞ് തന്റെ വീട്ടിലെത്തി. ഈ കുഞ്ഞുങ്ങളുടെ കാഴ്ച ഇദ്ദേഹത്തിന്റെ മനസ്സിൽ പോകുന്നില്ല. താനന്ന് പബ്ലിഷ് ചെയ്യുന്നൊരു പത്രമുണ്ട്, ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ എന്ന ആ പത്രത്തിന്റെ പേര്. ഈ പത്രത്തിനകത്ത് ഈ ഒരു ആർട്ടിക്കിൾ ഈ മനുഷ്യൻ എഴുതി പിടിപ്പിച്ചു. ഇങ്ങനെ ഒരു പ്രാകൃതാചാരം ഇന്ത്യയിലുണ്ട്, ബ്രിട്ടീഷ് പാർലമെന്റ് അതിനകത്ത് ഇടപെടണം. ഇദ്ദേഹം എഴുതിയ ആർട്ടിക്കിളാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ശ്രദ്ധയിൽ വന്നത്. ഞാൻ പറഞ്ഞത് ഈ നാട്ടിലെ ദുരാചാരങ്ങൾക്കും അനാചാരങ്ങൾക്കും പ്രാകൃത പ്രവണതകൾക്കുമെതിരെ സധൈര്യം ചർച്ച ചെയ്യപ്പെട്ട, സധൈര്യം ഉയർത്തിപ്പറഞ്ഞ മെഷറുകൾ സ്വീകരിച്ച വ്യക്തിത്വങ്ങളുണ്ടെങ്കിൽ അത് ക്രിസ്ത്യൻ മിഷണറിമാരാണെങ്കിൽ ഞങ്ങൾക്ക് ഒട്ടും അപമാനമില്ല. അഭിമാനത്തോടെ ഈ ദേശത്ത് പറയാം, ഇന്നും ഇവിടുത്തെ പ്രാകൃത ആചാരങ്ങളുടെ, ഇന്നും ഇവിടെ ലഹരികളുടെ തേരോട്ടങ്ങളുടെ വിടിവിക്കാൻ കഴിയുന്ന ഏകനാമത്തെ അഭിമാനത്തോടെ ഉയർത്തുന്നു. അത് യേശുവിന്റെ നാമമാ. അർഹതയോ യോഗ്യതയോ ഒന്നും നോക്കാതെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങളെ വിടിവിക്കാൻ കഴിയും. ലഹരിയുടെ തേരോട്ടം, അസാൻമാർഗതയുടെ തേരോട്ടം, തിന്മകളുടെ അവസ്ഥകൾ ഇതെല്ലാം ഈ സമൂഹത്തിനകത്ത് പെരുകിക്കൊണ്ടിരിക്കുമ്പം ഇതിന്റെ നടുവിൽ അർഹതയോ യോഗ്യതയോ നോക്കാതെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സന്ദേശത്തെ ഉയർത്തുന്നു. അത് യേശുവിന്റെ സന്ദേശമാണ്. അടുത്തത് അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ്. ഇന്ന് രാത്രി ലോകത്തിൽ ലഭിക്കപ്പെട്ട ഈ ദാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? യഥാർത്ഥ സ്നേഹം എന്തെന്ന് വരച്ചു കാട്ടിയ ദാനമുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശു എന്ന ദാനമാണ്. യഥാർത്ഥ സ്നേഹം എന്തെന്ന് വരച്ചു കാട്ടിയ ഒരിടമുണ്ടെങ്കിൽ യേശുക്രിസ്തു മരിച്ച കാൽവറിയാണ് യഥാർത്ഥ സ്നേഹം വരച്ചു കാട്ടപ്പെട്ട ഇടം. എന്റെ പ്രിയരെ, കഴിഞ്ഞ ദിവസം 14-ാം തീയതി സ്നേഹത്തിന്റെ ദിവസമൊക്കെ കൊണ്ടാടിക്കഴിഞ്ഞു. സ്നേഹത്തിന്റെ ദിവസം ഏത് സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും ഡയറി മിൽക്കും കിറ്റ്കാറ്റും എന്ന് വേണ്ട സകല കമ്പനിക്കാരും വമ്പം പരസ്യങ്ങൾ ഇട്ട് നടത്തിയ എത്രയെത്ര അനുഭവങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ ഈ സ്നേഹത്തിന്റെ ഒക്കെ പരിമിതികൾ പറയാം. ഈ വർഷം 14-ാം തീയതി ആ ഡയറി മിൽക്ക് കൊടുത്താളിനോടൊപ്പം അടുത്ത വർഷം കാണത്തില്ല. ഈ വർഷം ഇരുന്ന കഫേറ്റീരിയൽ അടുത്ത വർഷം മറ്റൊരാളോടൊപ്പം കാണും. സ്നേഹം പലതും സ്വാർത്ഥതയായി മാറുക. എനിക്ക് സ്നേഹം തരാത്തവർ ആർക്കും സ്നേഹം കൊടുക്കണ്ട. അതുകൊണ്ടല്ലേ സ്നേഹം ചോദിച്ചിട്ട് തിരിച്ചു കിട്ടാത്ത പെൺകുട്ടിയുടെ കഴുത്തിറക്കുന്നത് കാപാലികത്വമല്ലേ? സ്വന്തമായിട്ട് ആയുധം എടുത്തിട്ട് ആ ക്യാമ്പസിനകത്ത് ആ പെൺകുട്ടിയെ അവിടെ കോഴിയെ കഴുത്തിറക്കുന്നത് പോലെ കഴുത്തിറത്തിട്ടത് ഭീകരമല്ലേ? ആ പ്രേമം നിരസിച്ച ഒരു പെൺകുട്ടിയുടെ വേണ്ടി 14 കിലോമീറ്റർ നടന്ന അപ്പന്റെ കട കത്തിച്ച്, പെൺകുട്ടിയുടെ അപ്പന്റെ കട കത്തിച്ച്, ആ 2ാം നിലയിൽ ഉറങ്ങുന്ന പെൺകുട്ടിയെ അവിടെ ഇട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് അതിൽ പരം
പരം നരാധമമായ പ്രവൃത്തി എന്താ? ഞാൻ പറഞ്ഞത് ഈ സമൂഹത്തിനകത്ത് നടക്കുന്ന കാര്യ. ഇത് ഞാൻ പറയുമ്പോൾ ഒരു ഭാഗം മാത്രമല്ല, രണ്ടാം ഭാഗവും പറയാം. ഇത് ചെയ്യുന്നത് കേവലം പുരുഷന്മാർ മാത്രമല്ല, ആൺകുട്ടികൾ മാത്രമല്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടൊരു വാർത്തയുണ്ടല്ലേ, എത്രയോ നാൾ മുമ്പേ കേട്ടതാണ്. നല്ലതാ, അല്ലെങ്കിൽ കഷായം നല്ലതാ, പക്ഷെ കഷായത്തിനകത്ത് കീടനാശിനി കയറ്റിയ സംഭവം പോയില്ലേ എന്ന് പറഞ്ഞ ആൺകുട്ടിയും കൊള്ളാം പെൺകുട്ടിയും കൊള്ളാം. ഈ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച വൈകിട്ട് ഈ സംഭവം നടന്ന ആ ചെറുപ്പക്കാരന് വിഷം കൊടുത്ത വീടിന്റെ 200 മീറ്റർ അകലെയാണ് ഞാൻ ഈ സുവിശേഷം പ്രസംഗിച്ചത്. എനിക്കറിയത്തില്ല, ഞാൻ അവിടെയും പ്രസംഗിച്ചു ഈ കഷായത്തിന്റെ കഥ. അത് കഴിഞ്ഞപ്പോഴാ പറഞ്ഞത് കഷായം കൊടുത്ത വീട് 200 മീറ്റർ അപ്പുറത്താണ്. 200 മീറ്റർ അപ്പുറത്താ ഞാൻ പറഞ്ഞത്. കഷായം കൊടുത്തേക്കുന്ന കഷായം നല്ലതാ, ആരോഗ്യത്തിന് നല്ലതാ, ആരോഗ്യം തിരിച്ചു കിട്ടാൻ നല്ലതാ. പക്ഷെ കഷായത്തിനകത്ത് ഒരു തുള്ളി കീടനാശിനി കയറ്റിയ സംഭവം പോയില്ലേ? ആ കീടനാശിനി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ രാത്രിയിൽ 2.5 മണിക്കൂർ അവൾ നടത്തിയ ചാറ്റിങ്ങിന്റെ ഹിസ്റ്ററിയെ പറ്റി പോലീസുകാർ പറഞ്ഞതാണ്. അടുത്ത ദിവസം ചെറുപ്പക്കാരനെ എന്തു പറഞ്ഞ് പ്രലോഭിപ്പിച്ച വിളിച്ചതെന്ന് നമ്മൾ കേട്ടത്. സ്നേഹത്തിന്റെ വാഗ്ദാനം കൊടുത്തിട്ട് ജീവിതം തീർത്തു കളഞ്ഞ എത്രയോ നരാധമ പ്രവർത്തനം ഇവിടെ നടക്കുമ്പോ ഇതാണോ സ്നേഹം? ഇതാണോ സ്നേഹം? നോ, ഇതല്ല ലവ് എന്ന് പറയുന്നത്. ഈ കോഴിക്കോട്ടിനകത്ത് ഞാനൊരു സ്ഥലത്തൂടെ പോകുമ്പം എന്റെ വണ്ടി ഓടിച്ചിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, ഫസ്റ്റ് കെമിക്കൽ കമ്പനി ഉള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. ഞാൻ സ്ഥലം നോക്കിയപ്പം കൂടത്തായി. അപ്പോഴെനിക്ക് മനസ്സിലായത് കൂടത്തായ കെമിക്കൽ കമ്പനി ഏതാണ്. കാരണം ഒരു സയനൈഡ് എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ കൊണ്ട് 6 പേരെ കൊന്ന ഒരു ആന്റിയുടെ നാടായതുകൊണ്ട് അദ്ദേഹം ഈ കൂടത്തായിലെ കെമിക്കൽ കമ്പനി എന്ന് പറഞ്ഞത്. അതിനകത്ത് അപ്പനുണ്ട്, അതിനകത്ത് അമ്മയുണ്ട്, അതിനകത്ത് മക്കളുണ്ട്, അതിനകത്ത് ഭർത്താവുണ്ട്. നിർദ്ദയം കൊന്നുകളഞ്ഞ് ഇനിയും കൊല്ലുമെന്ന് പറഞ്ഞു. കൊടുത്തത് എന്തിനകത്ത്? ആട്ടിൻ സൂപ്പിനകത്ത്. നമ്പർ 1 പ്രോട്ടീൻ ആട്ടിൻ സൂപ്പ് എന്ന് പറയുന്നത്. പക്ഷെ നമ്പർ 1 പ്രോട്ടീൻ ആണെങ്കിലും ഒരു തുള്ളി വിഷം കയറിയ തീർന്നുപോയി സകല ചരിത്രങ്ങളും. സ്നേഹത്തിന്റെ പേരിൽ കൊണ്ടുകൊടുക്കുന്ന ആട്ടിൻ സൂപ്പിനകത്ത് സൈനൈഡ് ഉണ്ടെന്നറിയാതെ കുടിച്ചു മരിച്ചവരുടെ ചരിത്രം കിടക്കുമ്പോ ഇന്ന് രാത്രി സ്നേഹം പലതും സ്വാർത്ഥതയ്ക്ക് വഴിമാറുമ്പോ യഥാർത്ഥ സ്നേഹം എന്തെന്ന് ലോകത്തിന് കാണണമെങ്കിൽ ഇന്ന് രാത്രി എന്നോടൊപ്പം വന്നാൽ ഇന്ന് രാത്രി നമുക്ക് പോകാം. യഥാർത്ഥ സ്നേഹം എന്തെന്ന് ലോകത്തിന് മുമ്പിൽ വരക്കപ്പെട്ട വെളിപ്പെടുത്ത ഒരു സ്ഥലത്തേക്ക് ഇന്ന് രാത്രി പോകാം. 3 ഇടത്തേക്ക് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പോകണം. 1 ഗെത്സമനയാ, 2 ഗബതയാ, 3 ഗോൽഗോത്തയാ. മാനവകുലത്തിന്റെ മുഴുവൻ പാപത്തെ വഹിച്ചുകൊണ്ട് അതിവേദനയാൽ യേശുനാഥൻ കരഞ്ഞ സ്ഥലമാണ് ഗെത്സമന എന്ന് പറയുന്നത്. അവിടുന്ന് പാപഭാരം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ വിയർപ്പ് തുള്ളി നിലത്തു വീഴുന്ന വലിയ രക്തത്തുള്ളി പോലെയാകുന്ന ആ കനത്ത സമ്മർദ്ദത്തിന്റെ മണിക്കൂറുകൾ. പക്ഷെ എന്നെയും നിങ്ങളെയും ഓർത്ത് ആ മുഴുവൻ സമ്മർദ്ദവും അവിടുത്തെ വഹിച്ചുകൊണ്ട് ആ ഗെത്സമനയിൽ അവിടുന്ന് അതിജീവിക്കപ്പെട്ടുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുക. അതിന്റെ പേര് ഗബത എന്ന് പറയുന്നത്. ഗബത എന്നത് ഭീകരമാണ്. ശരിക്കും ജോഷ് മക്ഡവൽ എന്ന് പറയുന്ന ഒരു ഡോക്ടർ എഴുതിയൊരു പുസ്തകമുണ്ട്, പുനരുത്ഥാന ഘടകം എന്ന പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകം വായിച്ചത് ഞാൻ കണ്ണുനീരോടാ. കാരണം ആ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് അന്നത്തെ കാലത്ത് ക്രിസ്തുവിനെ മർദ്ദിച്ചതെന്നും യേശുവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോയതെന്നും. ഈ മനുഷ്യൻ പറയുന്ന ഒരു എഴുത്തുണ്ട്. ഈ ക്രിസ്തുവിനെ കൊണ്ടുപോയി നിർത്തിയത് ഈ പീലാത്തോസിന്റെ പ്രിട്ടോറിയത്തിന്റെ ഇടത്തുവശത്തായിട്ട് ഒരല്പം അകത്തേക്ക് മാറി ഒരു മനുഷ്യനെ മർദ്ദിക്കുന്ന ഒരു സ്ഥലമുണ്ട്. കൽത്തളം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതിന് മറ്റൊരു ലാംഗ്വേജിൽ ഒരു പേരുണ്ട്. ഈ കൽത്തളത്തിന് മുമ്പിലേക്ക് അവനെ കൊണ്ടുപോയി അവിടെ പുറം ദൃശ്യമാകുമാറ്, അവിടെ നിൽക്കുന്നവർക്കൊക്കെ കാണത്തക്ക നിലവാരങ്ങളിൽ പുറം ദൃശ്യമാകുമാറ് കൈ ആ കൽത്തളത്തിലേക്ക് ചേർത്ത് ബന്ധിക്കും. പുറം അവർക്ക് അനാവൃതമായിട്ട് നിൽക്കുകയാണ്. ഈ മനുഷ്യനെ അടിക്കാൻ ഉപയോഗിക്കുന്ന ആയുധത്തിന്റെ പേര് ഫ്ലാഗ്രം എന്നാണ്. ഫ്ലാഗ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാട്ടവാർ എന്ന് പറയും. പക്ഷേ നമ്മൾ പറയുന്നതിനൊരു തെറ്റുണ്ട്. ഒരു വാറ് മാത്രമല്ല അതിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്, 4 മുതൽ 7 വാറ് വരെ ഒറ്റ ഇതിലേക്ക് പല നീളത്തിൽ പല വീതിയിൽ അത് ഒരുമിച്ച് കെട്ടിവെച്ചിരിക്കുന്നതാണ് ഈ ചാട്ടവാർ എന്ന് പറയുന്നത്. അതിന് പല നീളമുണ്ട്. ഇതിന്റെയൊക്കെ അറ്റത്ത് ഒരു മനുഷ്യ ശരീരത്തിൽ ഏൽപ്പിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ അക്കാദം ഏൽപ്പിക്കുന്നത് ഈയമാണ്. ഈയക്കട്ടകൾ, കൂർമനയുള്ള ഈയക്കട്ടകളാണ് ഇതിന്റെ അറ്റത്ത് ചേർത്ത് കെട്ടിവെച്ചിരിക്കുന്നത്. പല നീളത്തിൽ. ഒരടി എന്ന് പറഞ്ഞാൽ ഒരടിയല്ല, ഒരേ സമയം പല ഭാഗത്ത് കൊള്ളുന്ന അടിയാണ് ഒരുവന്റെ ദേഹത്തേക്ക് അത് ഏൽപ്പിക്കുന്നത്. കൂർമനയുള്ള ഈയക്കട്ടകൾ ആ ദേഹത്തേക്ക് വരുമ്പോ അത് ഏൽപ്പിക്കുന്ന തകർച്ചകൾ വലുതാ. ഈ ജോഷ് എഴുതി വെച്ചേക്കുന്ന ഒരു എഴുത്തുണ്ട്. ഈ അടി 3 വട്ടം ഒരുവന്റെ ദേഹത്ത് വന്നു പതിക്കുമ്പോൾ തന്നെ അവന്റെ ത്വക്ക് തകരും. അവന്റെ ത്വക്ക് തകരും. അവിടെ നിന്ന് ത്വക്കിൽ നിന്ന് രക്തം പൊടിയാൻ തുടങ്ങും. എന്നാൽ അടി 5 മുതൽ 7 മുകളിലേക്ക് പോകുമ്പോൾ അവന്റെ രക്തധമനികൾ തകരാൻ തുടങ്ങും. അവന്റെ ഞരമ്പ് പൊട്ടും. ഒരു മനുഷ്യന്റെ ഞരമ്പ് പൊട്ടിയ പിന്നെ സംഭവിക്കുന്നത് രക്തപ്പുഴ അവിടെ ഒഴുകും. രക്തപ്പുഴ ഒഴുകും. പക്ഷെ അടി നിർത്തത്തില്ല. രക്തപ്പുഴ ഒഴുകിയിട്ടും അവർ അടി നിർത്തിയിട്ടില്ല. പിന്നെയും
ആഞ്ഞാഞ്ഞ പുറത്തേക്കടിക്കും. അടി 12 മുതൽ 15 മുകളിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നും മാംസം ഇരുന്ന് പറഞ്ഞു പുറത്തു വരും. കാരണം ഈ കട്ടകൾ ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ അവരെ ആഞ്ഞവിടുന്ന് പറിച്ചെടുത്ത് വിനാഗിരിലായി മുക്കി പിന്നെയും ആ പുറത്തേക്കടിക്കുമ്പോൾ ശരീരത്തിൽ വരുന്ന തകർച്ച അത്രക്ക് ഭീകരമാണ്. അടി 20 മുകളിലേക്ക് പോകുമ്പം ഈ മാംസങ്ങൾ പറിച്ചറിയപ്പെട്ട് ആന്തരിക എല്ലുകൾ, അകത്തെ ആന്തരിക അവയവങ്ങൾ പോലും കാണത്തക്ക നിലവാരങ്ങളിൽ അത്രക്ക് ഭീകരമാണ് അടിയുടെ ആഘാതങ്ങൾ. അടി 30 മുകളിലേക്കൊക്കെ പോകുമ്പോൾ ചിലരുടെ വയറ് തകരും. വയറ് തകർന്ന് കുടൽമാലകൾ പോലും കാണത്തക്ക നിലവാരങ്ങളിൽ അത്രക്ക് ഭീകരമാണ് ഈ ഗബതയിലെ അടി. ഇത് മുഴുവൻ ആ 33.5 വയസ്സുകാരൻ ആ ഗബതയിൽ നിന്ന് ഏൽക്കുക. ആഞ്ഞാഞ്ഞടി ഏൽക്കുമ്പോഴും അരുതാത്തൊരൊറ്റ വാക്കും ആ വായിന്ന് പുറത്തു വന്നില്ല. കാരണം അവിടെ നിന്നും അവിടുന്ന് കണ്ടത് ഒരു സന്തതിയെ കണ്ട് ഇത് മുഴുവൻ അവിടുന്ന് ഏറ്റു. അവിടെ കൊണ്ട് തീർന്നില്ല. ഈ അടി സാധാരണ കൊള്ളുന്നവൻ പിന്നവൻ എഴുന്നേൽക്കാൻ കാലൂന്നാൻ കഴിയത്തില്ല. പക്ഷേ വേച്ചാണെങ്കിലും 300 പൗണ്ട് ഭാരമുള്ള മരക്കുരിശ തോളിലേക്ക് വെച്ച് വീണ്ടും എഴുന്നേറ്റും അവിടുന്ന് ആ ഗോൽഗോത്തായിലേക്ക് പോവുക. രക്തമാ പോകുന്ന വഴിയിൽ മുഴുവൻ രക്തത്തുള്ളികൾ കിടപ്പുണ്ട്. രക്തത്തിന്റെ മണമുള്ള വഴിയിലൂടെ ഇന്ന് രാത്രി എന്നോടൊപ്പം വരണം ആ ഗോൽഗോത്തായിലേക്ക്. വേച്ചും വീണ്ടും എഴുന്നേറ്റ് ഒരല്പ നിമിഷം അറ്റമൊന്ന് താങ്ങിക്കൊടുത്തതല്ലാതെ മറ്റൊന്നും ശിമോൻ ചെയ്തിട്ടില്ല. മുഴുവൻ അവിടുന്ന് വഹിച്ചുകൊണ്ട് അവിടെ കയറി. നമ്മൾ ക്രൂശ് എന്ന് പറയുന്ന റോമൻ പാറ്റിബുലത്തിൽ അവിടുത്തെ കൈകൾ, അവിടുത്തെ കാലുകൾ മടക്കി ഒരു വശത്തേക്ക് വെച്ച് ആണിയടിച്ചു വെക്കും. എന്നിട്ട് അത് ഇറക്കി വെക്കുന്ന ഒരു രംഗമെന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ തല മുതൽ കാൽ വരെ ഓരോ സന്ധിയും വേദനയെടുക്കുന്ന കഠിന വേദനയാ അവിടെ ഇറക്കി വെക്കുമ്പോൾ സംഭവിക്കുന്നത്. അവിടെ മുതൽ ഈ മനുഷ്യർക്ക് ശ്വാസമെടുക്കാൻ കഴിയത്തില്ല. ശ്വാസമെടുക്കണമെങ്കിൽ കാലൂന്നി മാത്രമേ ശ്വാസമെടുക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ കാലൂന്നുമ്പോൾ ഈ അടിയേറ്റത് മുഴുവൻ കൂടുതലും പുറം മുതൽ കാൽഭാഗം താഴേക്കാണ്. അവിടെ വരുന്ന അഘാതത്തിന്റെ വേദന കനപ്തത. എന്നിട്ടും കാലൂന്നി ആ ശ്വാസമെടുത്താൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ വർത്താനം പോലും പറയാൻ കഴിയത്തുള്ളൂ. അങ്ങനെ കാലൂന്നി കഠിന വേദനയിലൂടെ ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് പമ്പിംഗ് തടസ്സപ്പെട്ട് ശ്വാസം മുട്ടൽ അനുഭവിക്കുന്ന സമയത്തും അവിടുന്ന് വായി തുറന്നു പറഞ്ഞ ആദ്യത്തെ വാക്ക് ദേശം കേൾക്കണം, കാതു തുറന്ന് കേൾക്കണം. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. കൊന്നുകളയുന്ന ലോകത്ത്, തകർത്തെറിയുന്ന ലോകത്ത് ഇന്ന് രാത്രി ക്ഷമിക്കാൻ പറഞ്ഞ ഒരു സ്നേഹം കണ്ടെത്താൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി നോക്കണം. ആ കാൽവറി ക്രൂശിലേക്ക് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി എനിക്കും നിങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുവിന്റെ ക്രൂശിലേക്ക്. ഇതിനേക്കാൾ വലിയൊരു സ്നേഹത്തെ ഉലകത്തിനകത്ത് കാണാൻ കഴിയോ? അവിടുന്ന് അത് മുഴുവൻ സഹിച്ചു. അവിടെ കൊണ്ട് തീരുന്നില്ലല്ലോ. ആ മാരക മണിക്കൂറുകൾക്കകത്തൂടെ അവിടുത്തെ വായി തുറന്ന് പറഞ്ഞത് മുഴുവൻ മനുഷ്യനുള്ള സഹനത്തിന്റെ വാക്കുകളാ, മനുഷ്യനുള്ള സ്നേഹത്തിന്റെ വാക്കുകളാ. മുമ്പേ കത്തുദാസൻ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞതുപോലെ ജീവിതം അതുവരെ ഉടയപ്പെട്ട ഒരു മനുഷ്യനോട് പറഞ്ഞു, ഇനി നിന്റെ ജീവിതത്തിനകത്ത് പ്രതീക്ഷയില്ലാതെ പോകത്തില്ല. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയ്ക്കകത്തിരിക്കും. എന്നാ ഞാൻ ഈ വേദനയ്ക്കകത്ത് നടക്കുമ്പം അന്യനെ പരിഗണിക്കാതിരിക്കുകയല്ല, അവനോടും പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ക്രൂശ് വെളിപ്പെടുത്തുന്ന ഒരു അധികാരമുണ്ട്, ക്രൂശ് വെളിപ്പെടുന്ന ഒരു ജീവനുണ്ട്. എത്ര തകരപ്പെട്ട് കിടക്കുന്ന കർത്താവിന് ആ ക്രൂശിൽ വെച്ചും ഒരു പാപിയുടെ അവസ്ഥയ്ക്ക് പരിവർത്തനം വരുത്താൻ കഴിയുമെങ്കിൽ ഇതാണ് ദൈവ സ്നേഹത്തിന്റെ അത്യുച്ച ഭാവമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ധൈര്യത്തോടെ ഇന്ന് രാത്രി നിങ്ങളെ ഞാൻ വിളിക്കുന്നത് യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് അപ്പായം ഇന്ന് രാത്രി വിളിക്കാൻ മനസ്സുണ്ട്. ഇന്ന് രാത്രി ചില ചരിത്രങ്ങൾക്ക് മാറ്റം വരുത്തി ചില പുതു ചരിത്രങ്ങൾ എഴുതാൻ കഴിയുന്ന ഒരു വലിയ സ്നേഹത്തെ ഇന്ന് രാത്രി ഞാൻ ഉയർത്തി പറയുന്നു. അത് യേശുവിന്റെ സ്നേഹമാ. അപ്പാ എന്ന് വിളിക്കാൻ ഇന്ന് രാത്രി മടിയില്ലാത്തവർ ആദരം തുറന്ന് ആ കാൽവറിയുടെ ചുവട്ടിൽ നിന്ന് അപ്പാ എന്ന് വിളിക്ക്. ഈ രാത്രി മറുപടി വരുന്ന ഒരു സ്ഥലമുണ്ട്. ഇത്ര സ്നേഹിച്ച മറ്റൊരു സ്നേഹമുണ്ട്. മനസ്സോടെ ശാപമരത്തിൽ കയറിയ ആ കർത്താവിന്റെ സ്നേഹത്തെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഉയർത്തുന്നത്. അവിടുന്ന് മരിച്ചു തീർന്നില്ല. മാനുഷിക കടപ്പാടുകൾക്കകത്ത് പോലും ആ സ്നേഹം കിടപ്പുണ്ട് കേട്ടോ. താൻ അതുവരെയും അല്ലെങ്കിൽ താൻ ആ ജനിച്ച ഉദരത്തിനോട് പോലും കടപ്പാടുള്ള ഒരു സ്നേഹം അതിനകത്ത് കിടപ്പുണ്ട്. യോഹന്നാനെ നോക്കിയിട്ട് ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ, സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് മാനുഷിക കടപ്പാടുകൾ പോലും നിർവഹിക്കാൻ ആ കനത്ത വേദനയ്ക്കകത്തും
കണ്ണു തുറന്നതാണ് യേശുവിന്റെ സ്നേഹമെങ്കിൽ ഇന്ന് രാത്രി ഒരിക്കലും അനാഥനായി കൈവിടുന്നൊരു ദൈവമല്ല. തിരുവിടത്തിന്റെ ഉഗ്ര സന്ദേശങ്ങൾ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, തിരുവിടത്ത് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടത്തില്ല. അനാഥത്വം എവിടെയെങ്കിലും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, സങ്കടം മനസ്സിനെ കുത്തി നോവിക്കുന്നവരുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങൾ അനാഥരല്ല, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. ഞാൻ ഈ ദൈവസ്നേഹം ഈ ദേശത്തിന് കൈമാറുക. ഇന്ന് രാത്രി ഇവിടെ ഒഴുകുന്നത് ദൈവസ്നേഹത്തിന്റെ ഒരു പുഴ ഇതിനകത്ത് ഒഴുകുക. ദൈവസ്നേഹത്തിന്റെ ഒരു മഴ ഇന്ന് രാത്രി ഇതിനകത്ത് പെയ്യും. വിശ്വസിക്കും മനസ്സുണ്ടെങ്കിൽ ഹൃദയം തുറന്നാൽ ഉള്ളിന്റെ സങ്കടങ്ങൾ മുഴുവൻ വാശിയത് മാറ്റാൻ കഴിയുന്ന ഒരു ദൈവസ്നേഹത്തിന്റെ നദി, ഒരു ദൈവസ്നേഹത്തിന്റെ മഹാത്ഭുതം ഇന്ന് രാത്രി സംഭവിക്കുന്നത്. അകത്ത് അനുഭവിച്ചിട്ട് ആ ദൈവസ്നേഹത്തിന്റെ നദി എന്നിലേക്കൊന്ന് ഒഴുകണമെന്ന് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന ഒരു നിമിഷങ്ങൾ ആ കരമൊക്കെ ഒന്ന് സ്വർഗത്തേക്ക് ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കുക. ആ ദൈവസ്നേഹത്തിന്റെ നദി ഒരിക്കലൂടെ എന്നിലേക്ക് ഒഴുകി വരണം. ഇതിനേക്കാൾ വലിയൊരു സ്നേഹമുണ്ടോ? ഇതിനേക്കാൾ വലിയൊരു സ്നേഹമുണ്ടോ? സ്വാർത്ഥതയിൽ ലോകത്ത് we present you the true love. യഥാർത്ഥ സ്നേഹത്തെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു. The love of Jesus. യേശു ക്രിസ്തുവിന്റെ സ്നേഹം. അതിനേക്കാൾ യാഥാർത്ഥ്യമുള്ള മറ്റൊരു സ്നേഹമില്ല. സ്നേഹത്തിന്റെ മുഖമുദ്ര വെളിപ്പെട്ട ഇടം കാൽവറിയ. നമുക്ക് വേണ്ടി മരിച്ചിടം. പക്ഷെ ഇന്ന് രാത്രി ഈ സ്നേഹം വെളിപ്പെടുത്തിയത് അടുത്തൊരു പദപ്രയോഗം, അതാണ് ഗൗരവം. ഈ സ്നേഹം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇത് എനിക്ക് ജയം തന്ന ദാനമാണ്. ഇതെനിക്ക് ജയം തന്ന ദാനമാണ്. ഇവിടെ എഴുതപ്പെട്ട 10,000 ചരിത്രത്തിനകത്തുള്ള ചരിത്രങ്ങൾ മുഴുവൻ മരണസംഭവങ്ങൾ പറഞ്ഞു തീരും. ദൈവദാസൻ പറഞ്ഞതുപോലെ അവിടെ കല്ലറയ്ക്കകത്ത് അവസാനം ഒരു എഴുതെഴുതപ്പെടും DOD, ഡേറ്റ് ഓഫ് ഡെത്ത്. ഇതാണ് അവസാനത്തെ പദം. അതിനപ്പുറത്തോട്ട് അവർക്ക് എഴുതാൻ കഴിയില്ല. ഡേറ്റ് ഓഫ് ഡെത്ത് എഴുതും. പക്ഷേ ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ടെങ്കിലും ആ എന്നേക്കും അടയപ്പെടാത്തൊരു കല്ലറ, തുറക്കപ്പെട്ടൊരു കല്ലറ മാനവ കുലത്തിന് നൽകുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയിലാണ് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ ഈ 34 വയസ്സുകാരൻ ഇന്ന് രാത്രി കണ്ണൂർ പട്ടണത്തിനകത്ത് വന്ന് ഈ സന്ദേശം പ്രസംഗിക്കാൻ ഞാൻ കാണത്തില്ല. പക്ഷെ എന്നെ ഇവിടെ നിന്ന് പ്രസംഗിപ്പിക്കാൻ എന്റെ അകത്ത് ആവേശം തന്നത് 10,000 ചരിത്രങ്ങൾക്കകത്തുപോലെ ഏതെങ്കിലുമൊക്കെ പരിമിതപ്പെട്ട ഒരു ചരിത്രത്തിനല്ല ഞാൻ സാക്ഷിയാകുന്നത്. മറിച്ച് എണ്ണമറ്റ ജനസഞ്ചയങ്ങൾ ഒടുങ്ങിപ്പോയ മരണമെന്ന ആദ്യത്തെ മുമ്പിൽ ധൈര്യത്തോടെ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റൊരു സന്ദേശമുണ്ട്. ഇന്ന് രാത്രി അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സന്ദേശം. ഉലക മഹാന്മാരുടെ കല്ലറകൾ അവനിൽ അടഞ്ഞുകിടക്കുമ്പോൾ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സശക്തം ജീവിക്കുന്ന യേശുവിന്റെ സന്ദേശം. ആ തുറക്കപ്പെട്ട കല്ലറ നൽകുന്ന ജീവനാണ് ഞങ്ങളുടെ പ്രത്യാശ. തുറക്കപ്പെട്ട കല്ലറ നൽകുന്ന ഉറപ്പാണ് ഞങ്ങളുടെ പ്രത്യാശ. പൗലോസ് പറയുന്ന പദപ്രയോഗങ്ങൾ ഒരു പ്രസംഗത്തിന് മാത്രം അതുണ്ട്. ക്രിസ്തു നിദ്ര കൊണ്ടവൻ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ തെളിയിക്കാൻ പറഞ്ഞ ചരിത്രത്തിൽ നിന്ന്, രാഷ്ട്രത്തിൽ നിന്ന്, രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. ഞങ്ങൾക്ക് സംശയമില്ലല്ലോ, പിന്നെന്തിനാ തെളിയിക്കേണ്ടത്? അല്ല, സംശയമുള്ളവരുണ്ടെങ്കിൽ തെളിയിക്കാൻ പറ്റുന്ന സകല തെളിവുകളും ചരിത്രം മുമ്പിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ അതിനെ അവഗണിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഒരു കാര്യം പറയുന്നു. യേശു ഉയർത്തത് കൊണ്ട് ഞങ്ങൾക്കുള്ള പ്രതീക്ഷ എന്താ? ഈ ചരിത്രത്തിനകത്ത് ഇന്ന് അവസാനിക്കുമെന്ന്, അല്ലെങ്കിൽ അവസാനിച്ചാലും ഞങ്ങൾക്ക് ഭാഗ്യമില്ല. അതിനപ്പുറത്തും നാളെയുടെ ജീവിതത്തെ പറ്റി ഒരു കനത്ത ഉറപ്പ് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മൂലം ഞങ്ങളുടെ അകത്ത് നൽകപ്പെട്ടിട്ടുണ്ട്. മനുഷ്യ ജീവിതമെന്ന ഈ ചെറിയ കാലഘട്ടം ഇന്ന് തീർന്നാൽ ഇതിനപ്പുറത്തെ പ്രതീക്ഷ പറയാം. ഒരു ദിവസം വരുന്നുണ്ട്, യേശു ക്രിസ്തു അവിടുന്ന് പോയതുപോലെ വീണ്ടും വരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് അവിടുന്ന് സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു തേജസ്സിന്റെ ദിനമുണ്ട്, ഒരു ഉറപ്പിന്റെ ദിവസമുണ്ട്. അതാണ് ഞങ്ങളുടെ പ്രത്യാശ. യേശുക്രിസ്തു മുഖേന അകത്ത് ലഭിക്കപ്പെട്ട ജയമാണ് അത്. ഈ ജയം ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ടത് യേശുക്രിസ്തുവിന്റെ മരണം മൂലം ഏറ്റവും അധികാരത്തോടെ ലഭിക്കപ്പെട്ടത്. ഇന്ന് സകല പാപത്തെ ജയിക്കാൻ ഞങ്ങളുടെ അകത്ത് ഒരു ശക്തി ലഭിച്ചത് യേശുവിന്റെ മരണം മൂലമാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന പലരോടും മൈക്ക് കൊടുത്ത് ഇന്ന് രാത്രി അവർ പറയും, ഇന്നലെ അവരെ തോൽപ്പിച്ച സ്ഥലത്ത് തോൽപ്പിച്ചതിനെ ഇന്ന് അവർ തിരിച്ചു തോൽപ്പിക്കുന്നുണ്ട്. അത് ഞങ്ങൾ കൊണ്ട് കഴിഞ്ഞതല്ല. യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവിടെ സംഭവിച്ചത് വാഴ്ചകളെ, അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഞങ്ങൾ തോറ്റ പാപത്തെ, ഞങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തെ, ഞങ്ങളെ തോൽപ്പിച്ച വിഷയങ്ങളെ ഇന്ന് ഞങ്ങൾ തിരിച്ചു തോൽപ്പിച്ച് എവിടെ ഞങ്ങൾ അടിമയായിരുന്നോ അടിമയായിടത്ത് ഇന്ന് സ്വാതന്ത്ര്യമുള്ളവനായി ജീവിക്കുന്ന
ജീവിക്കുന്നെങ്കിൽ ഞങ്ങളുടെ അകത്ത് വ്യാപരിച്ച യേശു ക്രിസ്തുവിന്റെ ജയമാണെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരും അനുഭവിക്കുന്നവരും അത് തിരിച്ചറിയുന്നവരും ഈ ഗ്രൗണ്ടിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അഭിമാനത്തോടെ ദൈവത്തിന് നന്ദി പറയണം. തോറ്റതിനെ തോൽപ്പിച്ചതിനെ തിരിച്ചു തോൽപ്പിക്കാൻ യേശു ക്രിസ്തു മുഖാന്തരം അകത്ത് ജയം ലഭിച്ചവർ അഭിമാനത്തോടെ ദൈവത്തിന് നന്ദി പറയണം. യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം അകത്തു ജയം ലഭിച്ചവർ. അപ്പൊ ഈ ദാനത്തിന്റെ പ്രത്യേകത, ഇത് നമുക്ക് ജയം തന്ന ദാനമാ. അടുത്തത് ഏറ്റവും വലിയ പ്രത്യേകത പറയാം, ഇത് നമുക്ക് പ്രത്യാശ തരുന്ന ദാനമാ. പ്രത്യാശ തരുന്ന ദാനമാ. ഈ ലോകത്തിൽ നമ്മൾ പ്രത്യാശ ഇല്ലാത്തവരല്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നിങ്ങൾ പ്രത്യാശയില്ലാത്തവ മറ്റുള്ളവരെ പോലെ. അപ്പം പ്രത്യാശയില്ലാത്തൊരു സമൂഹമുണ്ട്. പക്ഷെ നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് അകത്ത് ദൈവം തന്നൊരു പ്രത്യാശയുണ്ട്, ഉറപ്പുണ്ട്. ഷോപ്രഹോമർ എന്നൊരു മനുഷ്യനെ പറ്റി ഞാൻ പലയിടത്തും പറയാറുണ്ട്. അദ്ദേഹം ഒരു നിരീശ്വരവാദി, ഒരു ഏത്തീസ്റ്റ് ആണ്. ലോകം മുഴുവൻ നടന്ന ദൈവമില്ലായ്മ പ്രസംഗിച്ച മനുഷ്യനാ, ദൈവമില്ലായ്മയെ പറ്റി സെമിനാർ അവതരിപ്പിച്ച മനുഷ്യനാ. പക്ഷെ ജീവിതത്തിന്റെ അവസാന ഘട്ടം വന്നപ്പോൾ ബോൺ ക്യാൻസർ ബാധിച്ചു. ഈ ബോൺ ക്യാൻസർ ബാധിച്ച അതികഠിന വേദന, കഠിന ഡോസിൽ മോർഫിൻ കൊടുത്തിട്ടും ഈ മനുഷ്യനെ വേദന താങ്ങാൻ പറ്റുന്നില്ല. ഇങ്ങനെ താങ്ങാൻ പറ്റാതിരുന്ന സമയത്ത് താൻ ഒത്തിരി കാര്യങ്ങൾ വെച്ച് ആലമുറയിട്ട് കരയുക. ആ സമയത്തിൽ ഇടയ്ക്കൊക്കെ എപ്പോഴോ 2-3-4 പ്രാവശ്യം ഈ മനുഷ്യൻ വിളിച്ചൊരു പദമുണ്ട്, മൈ ഗോഡ്, മൈ ഗോഡ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ. അടുത്ത് തന്റെ ഒരായുസ് മുഴുവൻ തന്റെ കൂടെ നടന്നൊരു മനുഷ്യൻ തന്നോട് ചോദിച്ചു, സർ, താങ്കൾ ഒരായുസ് മുഴുവൻ പ്രസംഗിച്ചാൽ ഈ ദൈവം ഇല്ലെന്നല്ലേ, പിന്നെന്തിനാ ഈ അലമുറയിട്ടപ്പ ഇടയ്ക്കൊക്കെ ഈ ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നത്? ഈ മനുഷ്യൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, എന്റെ ആയുസ് മുഴുവൻ ഞാൻ പ്രസംഗിച്ചതും പ്രചരിപ്പിച്ചതും ഒന്നും എന്റെ മനസ്സിൽ കൂടെ പോകുമ്പോൾ എന്റെ വേദനയ്ക്ക് ഒരിറ്റാശ്വാസം പോലും കിട്ടുന്നില്ല. പക്ഷെ ഞാൻ അറിയാതാണെങ്കിലും ദൈവമേ എന്ന് വിളിച്ച സമയത്തൊക്കെയും എന്റെ അകത്ത് അനുഭവിച്ചൊരു സ്വസ്ഥതയുണ്ട്, എന്റെ അകത്ത് അനുഭവിച്ചൊരു സമാധാനമുണ്ട്. അറിയാതെ ദൈവമേ എന്ന് വിളിച്ച മനുഷ്യന്റെ അകത്ത് ഒരിറ്റാശ്വാസം ലഭിച്ചെങ്കിൽ അറിഞ്ഞ ദൈവമേ എന്ന് വിളിക്കുന്ന, അറിഞ്ഞ ദൈവത്തെ ആരാധിക്കുന്ന, അറിഞ്ഞ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്ന, അറിഞ്ഞ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് അകത്ത് പകരപ്പെടുന്ന പ്രത്യാശയുടെ അവർണ്ണനീയ അനുഭവങ്ങളെ ഇന്ന് രാത്രി അകത്ത് കാണുന്ന ദൈവമക്കൾ ഈ ഗ്രൗണ്ടിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അല്പനിമിഷം ഇന്ന് രാത്രി ആ പ്രത്യാശയോർത്ത് ദൈവത്തിന് അഭിമാനത്തോടെ നന്ദി പറഞ്ഞിട്ട് പറ, എന്റെ ദ്രവത്വമുള്ള ശരീരത്തെ, എന്റെ താഴ്ചയുള്ള ശരീരത്തെ, എന്റെ പരിമിതിയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരാക്കുവാൻ എന്റെ കർത്താവ് വേഗം വരും. പ്രത്യാശയുണ്ടെങ്കിൽ ഇന്ന് രാത്രി ധൈര്യത്തോടെ ആ കരം ഉയർത്തി സ്വർഗത്തിന് ധൈര്യത്തോടെ നന്ദി പറഞ്ഞിട്ട് പറ, എന്റെ യേശു വരും. ഈ ദാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇത് നമുക്ക് പ്രത്യാശ തരുന്ന ദാനമാണ്. ഇത് ഭയം കൂടാതെ. അതുകൊണ്ടല്ലേ ഈ ഭക്തന്മാർ പലരും മരിക്കുമ്പം ഷോപ്രഹോമർ അലമുറയിട്ടുകൊണ്ട് അവസാനിച്ചപ്പോൾ ഭക്തന്മാർ പലരും മരിച്ചത്. D.L. മൂഡി എന്ന് പറഞ്ഞ് 20 ലക്ഷം പേരേക്ക് സ്വാധീനമായി വെളിച്ചമായി യൂറോപ്യൻ ഭൂഖണ്ഡങ്ങൾ മുഴുവൻ പിടിച്ചു നിർത്തിയ D.L. മൂഡി അവസാനിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, heaven is open for me, സ്വർഗം എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. I saw angels before me, ഞാൻ ദൂതന്മാരെ എനിക്ക് മുമ്പിൽ കാണുന്നു. ഞാൻ ഇന്ന് എന്റെ crowning, today is my crowning day, ഇന്ന് എന്റെ പട്ടാഭിഷേക ദിവസമാ, ഇന്ന് എന്റെ കിരീടധാരണ ദിവസം. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ദൂതന്മാരെ കാണുന്നു, ഞാൻ ദൈവ തേജസ് കാണുന്നു, ഇന്ന് എന്റെ കിരീടധാരണ ദിവസമാണ്. D.L. മൂഡി അങ്ങനെ പറഞ്ഞു മരിച്ചതിന്റെ പിൻപിലെ കാര്യം, അന്തരാത്മാവിൽ ജ്വലിക്കപ്പെടുന്ന ഒരു പ്രത്യാശയുണ്ട്. യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നവർ, യേശു ക്രിസ്തുവിൽ മരിക്കുന്നവർ, അവർ മരിച്ചാലും ജീവിക്കുമെങ്കിൽ ഇന്ന് രാത്രി സകല ഭയത്തിന്റെ ആത്മാവിനെയും സകല നിരാശയുടെ ആത്മാവിനെയും ഇന്ന് രാത്രി പുറത്തു കളഞ്ഞിട്ട് യേശു ക്രിസ്തു മുഖാന്തരം അകത്ത് അനുഭവിക്കുന്ന ജയത്തിന് സ്തോത്രം പറയാൻ ആധരം തുറക്കുന്നവർ ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തി ഈ രാത്രി നിങ്ങളെ സ്പർശിക്കുന്നതാ, ഈ രാത്രി നിങ്ങൾക്ക് വിടുതൽ നൽകുന്നതാ, ഈ രാത്രി നിങ്ങൾക്ക് പരിവർത്തനം വരുത്തുന്നതാ. അത്ഭുതങ്ങളുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിച്ചത് അത്ഭുതങ്ങൾ ചെയ്യുന്ന നാസറേനായ യേശുവിന്റെ നാമമാ. ഇതാ ലോകത്തിന് കിട്ടിയ മഹാദാനം. ഇതാണ് ശമരിയക്കാരി സ്ത്രീയോട് യേശു അറിയാൻ പറഞ്ഞ ദാനം. ഈ ദാനത്തെ അറിഞ്ഞ ജീവിതം മാറിമറിയും. ഇന്ന് രാത്രി ദേശത്തിന് മുമ്പിൽ ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ട മുമ്പിൽ സാധ്യതകൾ ഞങ്ങൾ മുൻപിടുക. യേശുവിനെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ മനോഹരമായ ഒരു റാപ്പിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരിക. ഈ രാത്രി സ്വീകരിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും നിങ്ങളുടെ മുമ്പിലുണ്ട്. ഒന്നും കൂടെ ഒരു സുവിശേഷൻ എന്ന പറഞ്ഞാൽ പറയാം, എന്റെ കർത്താവിന് ഒന്നും അസാധ്യമല്ലെന്ന് പറഞ്ഞ ഞാൻ തുടങ്ങിയത്. അവസാനിക്കുമ്പോഴും അതേ കാര്യങ്ങൾ ഉയർത്തി പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നു. എന്റെ കർത്താവിന് ഒന്നും അസാധ്യമല്ല. ഇന്ന് രാത്രി വിശ്വസിക്കാൻ മനസ്സുണ്ടേ, പ്രാർത്ഥിക്കാൻ ഹൃദയത്തിൽ സമർപ്പണമുണ്ടെങ്കിൽ, വിശ്വാസം എന്നൊരു മാനദണ്ഡമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അസാധാരണമായി പ്രവർത്തിക്കാൻ ഇന്നും യേശുവിന് കഴിയും. രോഗങ്ങളെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും. ഇരുട്ടിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ യേശുവിന് കഴിയും. മരണത്തെ അതിന്റെ അവസ്ഥകൾക്കകത്തുനിന്ന് വ്യതിയാനം വരുത്താൻ യേശുവിന് കഴിയും. നിങ്ങളുടെ ഇന്നിന്റെ സകല
അവസ്ഥകൾക്കും പുതിയ വ്യവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ യേശുവിന് കഴിയും. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവാ. അന്തരാത്മാവിനകത്ത് ഏതൊക്കെ മേഖലയിൽ പരാജയ ഭീതി അകത്തുണ്ട്. ഈ രാത്രി സ്വാതന്ത്ര്യത്തിന്റെ പുതുലോകം സ്വർഗ്ഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവാ. സ്വാതന്ത്ര്യത്തിന്റെ വഴി ഇന്ന് രാത്രി തുറക്കാൻ പോവാ. ഞാനൊരു സുവിശേഷകൻ എന്ന നിലയിൽ ഏത് യോഗത്തിലും ആൾക്കാർ കൈ പൊക്കിയാലും ഇല്ലെങ്കിലും ആഹ്വാനം നടത്തുന്ന ഒരു ആഹ്വാനമുണ്ട്. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന് വേണ്ടി, ഈ സ്നേഹത്തിന് വേണ്ടി, കാൽവറിയിൽ എന്റെ പകരക്കാരനായ ക്രിസ്തുവിന് വേണ്ടി എന്റെ ഹൃദയത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഇനി ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി മാത്രമേ ജീവിക്കത്തുള്ളൂ. എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അവിടുന്ന് മരിച്ചു. അവിടുത്തെ മരണം എന്റെയും കൂടെ മരണമാണ്. അവിടുത്തെ മരണത്താൽ ഞാൻ ജീവൻ പ്രാപിച്ചതുകൊണ്ട് ആ യേശുവിനെ രക്ഷകനും കർത്താവുമായി എന്റെ ഹൃദയത്തിനകത്ത് ഞാൻ സ്വീകരിക്കുന്നു. ഇനി ജീവിക്കുന്നെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുന്നു പറഞ്ഞ് സമർപ്പിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള സാധ്യതകൾ ഇന്ന് രാത്രി ആദ്യം തുറക്കുക. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഈ രാത്രി കരങ്ങളൊക്കെ സ്വർഗത്തേക്ക് ഉയർത്തിപ്പിടിക്കട്ടെ. അങ്ങനെയുള്ളവർ മാത്രം യേശുവിന് വേണ്ടി ഹൃദയങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ച് ഇനിയുള്ള ജീവിതം കർത്താവിന് വേണ്ടി കൊടുക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നത് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ കരങ്ങൾ സ്വർഗത്തേക്ക് ഉയർത്തിപ്പിടിക്കട്ടെ. അല്ല, നിങ്ങളായിരിക്കുന്ന ഏതു മേഖലയിൽ, ഈ ശബ്ദസീമയിൽ ഞങ്ങൾ കേൾക്കുന്ന എവിടെയുമാകട്ടെ, നിങ്ങൾ ഹൃദയത്തിൽ കൈവച്ച് ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കട്ടെ. ഒറ്റ പ്രാർത്ഥന ഹൃദയത്തിനകത്ത് പ്രാർത്ഥിച്ചാൽ മതി. യേശുവേ, ഞാനൊരു പാപിയാണ്. ഇന്ന് രാത്രി എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് അങ്ങ് മരിച്ചു എന്ന് എനിക്കറിയാം. അങ്ങയുടെ മരണം എന്റെ മരണമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. അങ്ങയുടെ മരണം മുഖാന്തരം എന്റെ മരണം മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് എന്റെ രക്ഷകന് കർത്താവുമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. എനിക്ക് വേണ്ടി അങ്ങയുടെ കരം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ഈ രാത്രി എന്നോടൊപ്പം ഈ പ്രാർത്ഥനയുടെ വാക്ക് ഉരുടുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു, ചരിത്രം ഇന്ന് രാത്രിയോട് മാറുക. ചരിത്രം ഇന്ന് രാത്രിയോട് മാറുക. നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ കഴിയാത്ത അസാധാരണ വിഷയത്തെ ഇന്ന് രാത്രി യേശു ഡീൽ ചെയ്യാൻ പോവുക. വൈദ്യശാസ്ത്രം നിങ്ങൾക്ക് വിരോധമായി എഴുതിയ പേപ്പറുകൾ ഇന്ന് രാത്രി അതിനെ വേസ്റ്റ് കൊട്ടയ്ക്കകത്ത് വലിച്ചെറിഞ്ഞിട്ട് യേശു ക്രിസ്തുവിന്റെ ചരിത്രം, പുതിയ ചരിത്രം എഴുതി തുടങ്ങുക. മരണം പറഞ്ഞ മേഖലകൾക്കകത്ത് ദൈവത്തിന്റെ ജീവൻ ഇന്ന് രാത്രി സംഭവിക്കാൻ പോവുക. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ ഏതെങ്കിലും രോഗത്താൽ, മാനസിക പ്രതിസന്ധികളാൽ ഭാരപ്പെടുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കരം ഉയർത്തിപ്പിടിക്കട്ടെ. എവിടേക്കോ രോഗത്തിന്റെ അവസ്ഥകൾ, മാനസിക പ്രതിസന്ധികൾ, വല്ലാത്ത ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു. എന്റെ കർത്താവ് എന്നെ തൊഴണം, സൗഖ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കാരം ധൈര്യത്തോടെ സ്വർഗത്തേക്ക് ഉയർത്തിപ്പിടിക്കട്ടെ. ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളാരും കാണാനല്ല ഇന്ന് രാത്രി ഈ കരം ഉയർത്തുന്നത്, സ്വർഗം തൊടുവാൻ വേണ്ടി ഇന്ന് രാത്രി കരം ഉയർത്തുന്നത്. ഈ പ്രസംഗിക്കുന്നത് വെറുതെ പ്രസംഗിക്കുന്നല്ല. എന്റെ ജീവിതത്തിനകത്ത് മരണം ഞങ്ങളെ എൻകൗണ്ടർ ചെയ്ത എത്രയോ മണിക്കൂറിനകത്ത് സ്വർഗം ഞങ്ങൾക്ക് വിടുതൽ തന്ന വിടുതൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ഒത്തിരി മരണം ഞങ്ങൾ മുഖാമുഖമായി കണ്ടിട്ടുണ്ട്. എന്റെ ഭാര്യ ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. വൈദ്യശാസ്ത്രത്തിന് അസാധ്യം എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് തൊട്ടു പിടിപ്പിച്ച യേശുവിന്റെ കരമുണ്ട്. അന്ന് മുതൽ തമ്പുരാനോട് കൃത്യമായി പറഞ്ഞതാണ്, സ്വർഗത്തിന്റെ അത്ഭുതത്തിന്റെ കരം ഇന്നും ജനതകളുടെ മേൽ ചലിക്കുന്നത്, അത്ഭുതകരമായി വിടുവിക്കുന്നത്. ഇന്ന് രാത്രി പ്രാർത്ഥന ആവശ്യമുള്ള ധൈര്യത്തോടെ കരം ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ ആയിരിക്കുന്നിടത്ത് സ്വർഗത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കട്ടെ. ധൈര്യത്തോടെ സ്വർഗത്തേക്ക് നോക്കി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കട്ടെ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവാ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവാ. യേശുവിന്റെ കരത്തിലെ അത്ഭുത വിടുതലുകൾ ഇന്ന് രാത്രി മടികൂടാതെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ അത്ഭുത വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ രാത്രി മനസ്സുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി യേശുവിന്റെ കരം തൊടുക. യേശുവിന്റെ കരം ഇന്ന് രാത്രി അത്ഭുതങ്ങൾ ചെയ്യുക. രോഗങ്ങളുടെ അധികാരങ്ങൾ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ തകർന്നു പോകും. അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന കർത്താവിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങയുടെ സന്നിധിയിൽ കരമുയർത്തി എഴുന്നേറ്റ് നിൽക്കുന്ന ഈ ജനത്തിന് വേണ്ടി അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം ഇന്ന് രാത്രി അവരെ തൊടുന്നതിന് സ്തോത്രം. അത്ഭുത ഹീലിംഗുകൾ ഇതിനകത്ത് സംഭവിക്കട്ടെ. രോഗങ്ങൾ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. ഇരുട്ടിന്റെ പദ്ധതികൾ ഇന്ന് രാത്രി നിരായുധമാകട്ടെ. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ആത്മീക അധികാര പ്രകാരം യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ രോഗികളുടെ മേൽ ഇന്ന് രാത്രി ഹീലിംഗുകൾ സംഭവിക്കട്ടെ. യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്ത ചില ഹൃദയങ്ങളുടെ മേൽ ഇന്ന് രാത്രി പുതിയ വ്യവസ്ഥകൾ തുറക്കട്ടെ. ഈ ശബ്ദസീമയെ ഞങ്ങളെ കേൾക്കുന്ന ചിലർക്ക് വേണ്ടി ഇന്ന് രാത്രി സ്വർഗം അത്ഭുതങ്ങൾ ചെയ്യണം. അങ്ങയുടെ നാമത്തിന്റെ ശക്തി വെളിപ്പെട്ടതിന് സ്തോത്രം. ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഒരുമിച്ച് കാരമുയർത്തി ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. ഒരുമിച്ച് ദൈവത്തിൽ എഴുന്നേറ്റ് ഗായക സംഘത്തോട് ചേർന്ന് ഒരു പാട്ടുപാടി നമ്മൾ ഒന്നിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പോവുകയാണ്. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. യേശു ക്രിസ്തു ഇന്നും പ്രവർത്തിക്കുന്നു. അവിടുന്ന് പോയതുപോലെ തന്നെ വീണ്ടും വരും. അവിടുത്തെ പ്രത്യാഗമനത്തിന് വേണ്ടി പ്രത്യാശ കാത്തിരിക്കാം. ചേർന്ന് പാടി ദൈവത്തിന് മഹത്വം.